ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് 24-ാമത്തെ അധ്യായത്തിൽ നിന്ന് 37-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ചിന്തകളിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 അധ്യായങ്ങൾ പുതിയ നിയമത്തിനകത്തുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമന ലക്ഷണങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ യേശുവിൻ്റെ വരനെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നയാളാണ്. എൻ്റെ പുസ്തകങ്ങളൊക്കെ ഇതിനോട് നിങ്ങൾ കിട്ടിക്കാണുമായിരിക്കും. അപ്പോൾ അതിൽ മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21, ഈ 3 അധ്യായങ്ങളിലും പഴയ നിയമത്തിൻ്റെ നിരവധി പേജുകളിൽ വിതറിക്കിടക്കുന്ന 150-ൽ ഏറെ ലക്ഷണങ്ങളാണ് കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ലോകത്തിൽ നടക്കേണ്ടത്. ആ 150 ലക്ഷണങ്ങളെ പഠിക്കുവാനുള്ള സൗകര്യത്തിന് 4ആയിട്ട് തിരിക്കാറുണ്ട്. 1 ഇസ്രായേൽ ലക്ഷണങ്ങൾ എന്നാണ്, 2 ജാതീയ ലക്ഷണങ്ങൾ എന്നുള്ളതാണ്, 3 സഭാലക്ഷണങ്ങൾ എന്നുള്ളതാണ്, 4 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഈ 4 ലക്ഷണങ്ങളിൽ ആദ്യം എവിടെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ് ആദ്യം സംഭവിക്കുന്നത്. സഭാലക്ഷണങ്ങൾ 2 ഭാഗമാണ്. 1 പ്രാദേശിക സഭയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ, 2 സാർവത്രിക സഭയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. രണ്ടാമത് പ്രാപഞ്ചിക ലക്ഷണങ്ങളും 2 ഭാഗമാണ്. 1 ആകാശത്തിലും മറ്റ് ഇതര ഗോളങ്ങളിലും നടക്കുന്ന ലക്ഷണങ്ങൾ, മറ്റൊന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. ഇങ്ങനെയാണ് അതിനെ നമ്മൾ വകതിരിച്ച് പഠിക്കുന്നത്. ഇതിൽ സഭാലക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അപ്പോൾ തന്നെ ജാതീയ ലക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 2 ലക്ഷണങ്ങളുടെ ഭാഗത്തേക്കും നമുക്ക് പോകാൻ കഴിയുന്ന ഒരു ലക്ഷണമാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം നടക്കുന്ന ലക്ഷണം പ്രാപഞ്ചിക ലക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു. ആ ലക്ഷണത്തിൻ്റെ ഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഹഗ്ഗായി പ്രവചനമാണ്. 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും, കരയെ ഇളക്കും. എന്നിട്ട് പറയുകയാണ് സകല ജാതികളിലെയും മനോഹര വസ്തു വരികയും ചെയ്യും. അപ്പോൾ എന്തിനാണ് ഇളക്കുന്നതെന്ന് മനസ്സിലായോ? എന്തിനാണ് ഇളക്കുന്നത്? ചുമ്മാ ഇളക്കുകയല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ അധികമൊന്നും പഠിക്കത്തില്ല, ഇന്നും പഠിക്കത്തില്ല. പക്ഷേ എൻ്റെ തൊട്ടുമൂത്ത ചേച്ചി, 2 ചേച്ചിമാരാണ്, ഭയങ്കര പഠിത്തമാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, തൊട്ടുമൂത്ത ചേച്ചി 10-ാം ക്ലാസ്സിൽ SLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. പാതിരാത്രിയിൽ 12 മണിക്കൊക്കെ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് 2 കാലും ആ വെള്ളത്തിലോട്ടിട്ട് ഇങ്ങനെ കാണാതിരുന്ന ഉറക്ക വായിച്ച് പഠിക്കുക. എനിക്കും നാളെ പരീക്ഷയാണ്, ഞാൻ ചുമ്മാ കിടന്നുറങ്ങുക. നമുക്കങ്ങനെയൊന്നുമില്ല. നമുക്ക് പരീക്ഷാ പേപ്പർ കിട്ടിയാൽ, ഏത് പേപ്പർ കിട്ടിയാലും എഴുതാൻ എളുപ്പമാണ്. നടുക്കുന്ന മേലോട്ട് എഴുതി വെക്കുക, താഴോട്ട് എഴുതി വെക്കുക, പേപ്പർ നിറയ്ക്കുക എന്നുള്ളത് നമുക്ക് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവളിങ്ങനെ ബക്കറ്റിനകത്ത് വെള്ളമൊക്കെ ഇട്ട് ഉറങ്ങാതിരിക്കാനേ ഭയങ്കര പഠിത്തമാണ്. അപ്പോൾ എന്നോട് വീട്ടുകാർ ചോദിക്കാണ്ട് നിനക്കൊന്നും പഠിക്കാനില്ലേ? ഞാൻ പറഞ്ഞ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ ഒരു മണ്ടനാണെന്ന്. എന്തായിരുന്നാലും 10-ാം ക്ലാസ്സിൽ ഞാൻ ചെല്ലുമ്പം എൻ്റെ ഈ ചേച്ചി 10-ാം ക്ലാസ്സിലുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് 10-ാം ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ ആങ്ങളുടെ കൂടെ എടുത്ത് പഠിക്കാൻ വിഷമാണെന്ന് പറഞ്ഞപ്പോൾ അവളെ 10E മാറ്റി, എന്നെ B മാറ്റി. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ ഈ സമയത്തൊക്കെ ഈ തൈരിനകത്തെ കടകോലിട്ട് ഇങ്ങനെ ഇളക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇളക്കുന്നത്? ചേച്ചി പറയും, അമ്മമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നത്, അനങ്ങാതിരിക്കുക, ശബ്ദം അവൾക്കിങ്ങനെ ഉറക്ക വായിക്കണം എന്നല്ലേ മനസ്സിലാക്കി. ചിലർക്ക് അങ്ങനെ ഉറക്ക വായിക്കണം, എനിക്ക് മൗനമായിട്ട് വായിച്ചാലും മതി. അപ്പോൾ അമ്മ പറയുന്നൊരു വാചകം ഉണ്ടായിരുന്നു, മോളെ എനിക്ക് യാതൊരു പണിയില്ലാത്തതുകൊണ്ട് തൈരിട്ട് ഇങ്ങനെ ഇളക്കുന്നല്ല, ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് വില കൂടിയ വെണ്ണയുണ്ട്, വില കുറഞ്ഞ പിശറായി കിടക്കുന്ന വെള്ളവുമുണ്ട്. മക്കൾ പഠിച്ചോളൂ. നേരം വെളുക്കുമ്പോഴേക്കും 4 ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും. 150 ലക്ഷണങ്ങൾ ആകുന്ന കടകോൽ ഇട്ട് ദൈവം തമ്പുരാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കി കഴിയുമ്പോൾ 4 ഭാഗത്തേക്ക് തിരിയും.
നന്മയും തിന്മയും, ഇരുളും വെളിച്ചവും, സാത്താനും ദൈവവും, ഇവിടെ ദേവാലയവും വിഗ്രഹവും എല്ലാം ഇവിടെ വേർപിരിയാനായിട്ട് പോവുകയാണ്. ശേഷം സംഭവിക്കുന്ന സകല ജാതികളിലെയും മനോഹര വസ്തു ഇവിടെ വരികയും ചെയ്യും. ഏതാണ് സകല ജാതികളിലെയും മനോഹര വസ്തു? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് ആകാശത്തിലേക്ക് നോക്കി ആത്മഗതം എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ നാഥ, അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഇസ്രായേലിൻ്റെ മഹത്വവും സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. സകല ജാതികൾക്കുമുള്ള ഒരു രക്ഷകൻ. അതാണ് ഫ്രാൻസിസ് പാസ്റ്ററും വിജയകുമാർ പാസ്റ്ററുമൊക്കെ ഈ പട്ടണത്തിൽ മൈക്കിൽ കൂടെ ആവർത്തിച്ചു പറഞ്ഞത്, മറ്റൊരുവനിലും രക്ഷയില്ലെന്ന്. ജാതി, മത, വർഗ, വർണ്ണ, കുലഹീന, ആര്യ, ചണ്ടാല, ശഗദാസ, ബർഗ്ബരാദി വൈകൃതങ്ങൾ ഭേദമന്യേ ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനും ലക്ഷപ്രഭുവിനും, കോടീശ്വരനും ഒരു ഓണക്കൊടി വാങ്ങുവാൻ പണമില്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, അർത്ഥാൽ അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും, തൊഴിലാളിക്കും മുതലാളിക്കും, അടിമയ്ക്കും ഉടമയ്ക്കും, വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും, സ്ഥല കുല വ്യത്യാസമില്ലാതെ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു രക്ഷകനുണ്ടെങ്കിൽ 1,00,000 വാട്സിന്റെ സൗണ്ടിൽ ഞങ്ങൾ ആവേശത്തോടെ വിളിച്ചു പറയുന്നു, നസ്രാനായ യേശുവാണ് ആ രക്ഷകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രക്ഷകൻ വെളിപ്പെടുന്ന കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അതിലേക്കൊക്കെ ഞാൻ വരാം. അതുകൊണ്ട് അതിൻ്റെ നോഹയുടെ കാലഘട്ടത്തിലുണ്ടായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 4 പ്രത്യേകതകൾ പറയുമ്പോൾ എൻ്റെ സമയമാകും. ആ 4 പ്രത്യേകതകൾ ഇന്ന് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾക്ക് തിരിയിട്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. നോഹയുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവം എന്താണ്? നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 5 അവസാനവും 6, 7, 8 അധ്യായങ്ങളിൽ നിരന്നും പരന്നും കിടക്കുന്ന നോഹയുടെ ജീവിതകാലത്തിൻ്റെ പ്രത്യേകത അറിയാം. നമ്മൾ അദ്ദേഹത്തെ അറിയുന്ന ഒറ്റ കാര്യത്തിലാണ്: അദ്ദേഹം മഴ വരും എന്ന് പ്രവചിച്ചു, പ്രസംഗിച്ചു. ആളുകളൊക്കെ അത് കളിയാക്കി. ഒടുവിൽ ഒരു പെട്ടകം പണിതു, മഴ വന്നു, പെട്ടകം നേരെ അരരാത്തിൻ്റെ മുകളിലെത്തി, അതവിടെ ഉറച്ചു. ആ പെട്ടകത്തിലൂടെ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ രക്ഷപ്പെട്ടു. പുതിയ ഒരു യുഗപ്പിറവിക്ക് തുടക്കം കുറിച്ചു. ഈ സംഭവത്തിൻ്റെ സംക്ഷിപ്ത വിവരണം അല്ലെങ്കിൽ വിശദീകരിച്ച കാര്യങ്ങൾ ബൈബിളിലുണ്ട്. സംക്ഷിപ്ത വിവരണം ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് പുതിയ നിയമ കാലയളവിലേക്ക് വെളിച്ചം വീശുന്ന, അല്പം ചെത്തി ചിന്തേറിട്ട് മിനുക്കിയെടുക്കാവുന്ന ഒരു 4 ചിന്തകളാണ് ഈ പട്ടണത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നോഹയുടെ കാലഘട്ടത്തിൽ നടന്ന ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? അവിടെ എഴുതിയിട്ടുണ്ട്: തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്നൊരു പദം അവിടെയുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ എടുക്കുന്നത്, തിന്നും കുടിച്ചും പോരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒന്നാമത്തെ പ്രത്യേകത. തിന്നും കുടിച്ചും എന്നുള്ളതിന് മറ്റൊരു പദം കൂടെ ചേർത്ത് വെക്കാം: വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു ഒന്നാമത്തെ കാലം. രണ്ടാമത്തെ പ്രത്യേകതയാണ് ഞാൻ അല്പം വിശദമായി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഗൗരവത്തോടെ സംസാരിക്കുന്നത്. ഇഷ്ടമുള്ളവരെ വിവാഹം കഴിച്ച് അങ്ങനെ അധപ്പതിച്ച ഒരു കാലമായിരുന്നു നോഹയുടെ കാലം. മൂന്നാമത്തെ പ്രത്യേകത, നോഹ ആവേശത്തോടെ ആർജവത്തോടെ പ്രസംഗിച്ചു. 100-ൽ പരം വർഷങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചതായി കണക്കുകൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രസംഗം ഒരു മനുഷ്യനും അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിച്ചില്ല. അതാണ് മൂന്നാമത്തെ കാര്യം. ഫൈനൽ നാലാമത്തെ കാര്യം, ഇതൊക്കെയാണെങ്കിലും നോഹയുടെ പ്രസംഗത്തിന്, അതിൻ്റെ ശക്തിക്ക് യാതൊരു കുറവുണ്ടായില്ല. നോഹ എന്താണോ പ്രസംഗിച്ചത് അത് ലോകത്തിൽ സംഭവിച്ചു. പെട്ടകം അരരാത്തിൻ്റെ മുകളിലെത്തി. ഈ 4 കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിച്ചു പോകാം. സമയമൊക്കെ പാസ്റ്റർക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ നിർത്താനായിട്ട് ശ്രമിക്കും. ഒരു പാട്ടും കൂടെ നമ്മൾ സമൂഹമായിട്ട് പാടി, നല്ല പാട്ടുകാരാണ്, ഒന്നുമല്ലെങ്കിൽ ഇത്രയും വെള്ളയുടുപ്പിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് വന്നതല്ലയോ, ഒരുപാട് പാട്ട് നമ്മൾ കേൾക്കേണ്ടതാണ്.
ഞങ്ങളുടെ നിലമ്പൂരത്തെ കൊച്ചും അതിനകത്ത് പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കായിരുന്നു എങ്ങനെ അവിടെ വന്നതെന്ന്. എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞു, പാസ്റ്ററുമായിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞു. സന്തോഷം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഭൂദാനം സഭയിലുള്ള കർത്തദാസൻ്റെ മകളാണ്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. നോഹയുടെ കാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്കും കുടിക്കും. കുറേ നാളായിട്ട് ചുമയുണ്ട്, അതെങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു. തീറ്റയ്ക്കും കുടിക്കും വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. ഞാൻ ഈ പ്രസംഗമൊക്കെ നടത്തുമ്പം ചിന്തിക്കുന്നത് നോഹയുടെ കാലഘട്ടമല്ല, ഇന്നത്തെ കാലഘട്ടമാണ് അതുപോലെ വരച്ചു വച്ചിരിക്കുന്നത്. ഈ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ ആധുനിക സഭയുടെ വെല്ലുവിളികളുമായി താരതമ്യപ്പെടുത്താവുന്ന 24 കാര്യങ്ങളുണ്ട്. അന്യത ഉപദേശിക്കരുത്, കെട്ടുകഥകൾ ആളുകൾ പറയും, തെറ്റായ വാക്കുകൾ പറയും, അതുപോലെ വീടുകളിൽ നൂണ് കിടക്കുമെന്നൊക്കെ പറയുന്ന 10-24 കാര്യങ്ങളുണ്ട്. അത് 1-ാം നൂറ്റാണ്ടിലെ കണ്ട് എഴുതിയതാണ്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇത് അപ്ഡേറ്റ് ചെയ്തതുപോലെ ഇരിക്കുന്നൊരു പുസ്തകമാണ്. ഏത് കാലഘട്ടം കഴിഞ്ഞാലും ഏതു വലിയ പാപത്തെ നിങ്ങൾ ഇവിടെ വിചിത്രമായി വിശദീകരിച്ചാലും ഈ പറയുന്ന മുഴുവൻ സംഭവങ്ങളും ഈ പുസ്തകത്തിനകത്തുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഇതിൻ്റെ ദൈവവിശ്വാസീയത എത്രമാത്രം ഘനമുള്ളതാണ് എന്നോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലം. വിൽക്കുക നടുക എന്നുള്ളത് ഒരു ഓർഡറാണ്. അത് ഓർഡർ തിരിഞ്ഞു പോയ സംശയമുണ്ട്. നടുന്നവനെ വിൽക്കാനൊക്കത്തുള്ളൂ. നമ്മൾ സാധാരണ പറയുന്നത് വിറ്റും നട്ടും എങ്ങനെയോ നമ്മുടെ ആളുകളുടെ സ്വഭാവം അനുസരിച്ച് പറഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നട്ടവർക്കാണ് വിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ നേരെ തിരിഞ്ഞാൽ കിടക്കുന്നത് ഇപ്പം നടുന്നവനില്ല, നനയ്ക്കുന്നവനൊന്നും ഇല്ല. ഇപ്പം അത് പറിച്ച് നടുന്നവരും ഒന്നുമില്ല, അത് വിൽക്കുന്നവരേ ഉള്ളൂ. എൻ്റെ നാട്ടിൽ ഞാനിവിടെ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററൊക്കെ വലിയ ആളായില്ലേ, ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നു, സുവിശേഷം പറയാൻ പോകുന്നു, ചേട്ടനെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? എൻ്റെ നാട്ടുകാരനാണ്, അതാണ്ട് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ബേബി സോറി. അദ്ദേഹം പാട്ടുകാരനാണ്, നല്ല പാട്ടുകാരനാണ്. അദ്ദേഹം ഇവിടെയൊക്കെ വരുമ്പോൾ ഞാൻ സ്റ്റേജിനകത്ത് പാട്ടാ കേൾക്കാറുള്ളൂ. ഇപ്പോൾ ദാണ്ടെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സകലകലാവല്ലഭനാണ്. ജോസക്കോട് പുറകിലുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങോട്ട് മാറിയത്. എന്തായിരുന്നാലും അപ്പോൾ എൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അപ്പോൾ തൊട്ടടുത്ത ഒരുപാട് ഏക്കർ കണക്കിൻ്റെ വസ്തുവുള്ള ഒരു വീടിൻ്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പൻ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? ഒന്നും പറ്റിയിട്ടല്ല, എല്ലാം അറിയാമല്ലോ സ്വഭാവം, വലിയ പുരോഗതിയില്ല. ഞാൻ ചോദിച്ചു എന്തേ, എവിടെ പോയി? ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ, ഇത്ര നാളായിട്ട് ഞാൻ ആ ഫെസ്റ്റിവലൊന്നും കണ്ടിട്ടില്ല. ഒരാൾ ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോകണമെങ്കിൽ നന്നാകാതെ പൈസ ഇല്ലാതെ പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി എന്തോ പ്രാർത്ഥിക്കണ്ടേ, മതിയല്ലോ. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇതാണ്ട ആ നിൽക്കുന്ന സ്ഥലം കണ്ടോ? കണ്ടു. ആ 10 സെൻറ്റ് വീടും. ഞാൻ ചോദിച്ചു നിങ്ങളുടെയാണോ? അല്ല, പഴയ വീട് ഞങ്ങളുടെ ഓഡിറ്റർ വീട് അവിടെ തന്നെയുണ്ട്. ഈ 10 സെൻറ്റ് ചേട്ടൻ കൊടുത്തിട്ടാണ് ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയത്. 10 സെൻറ്റ് അപ്പൻ ഉണ്ടാക്കിയത് വിറ്റിട്ടാണ് പുള്ളി ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചുറ്റിത്തുറത്തേ കൊടുക്കത്തുള്ളൂ. അദ്ദേഹം കപ്പ പുഴുങ്ങിയതും കട്ടൻ മുളക് അരച്ചതും ഒക്കെയാണ് തിന്നത്തുള്ളൂ. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യം, ആ അമ്മാമ്മ ഇദ്ദേഹം രാവിലെ പണിക്കിറങ്ങും, വട്ട ഇലയ്ക്കകത്ത്, പ്ലേറ്റില്ലാത്തതുകൊണ്ടല്ല, വട്ട ഇലയ്ക്കകത്ത് കപ്പ പുഴുങ്ങിയതും വെളിച്ചെണ്ണയിൽ ചാലിച്ച കാന്താരി മുളകിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടൊരു വിളിയുണ്ട്, എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി എന്ന് വിളിക്കും. നാട്ടുകാരങ്ങേർക്ക് പേരിട്ടിരിക്കുന്നത് എങ്ങോട്ട് പോയി എന്നാണ്. പുള്ളിക്കാരെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പറയും എങ്ങോട്ട് പോകുകയെന്ന് ചോദിക്കുന്നത്, കളിയാക്കി വിളിക്കുന്നത് എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി. അപ്പോൾ അദ്ദേഹം എവിടെ നിന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ശബ്ദം കേൾപ്പിക്കും. അതൊക്കെ ഒരു കോഡ് ഭാഷയാണല്ലോ. ഞാൻ പറഞ്ഞത് നല്ലൊരു ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവില്ല, നല്ല വസ്ത്രം അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവില്ല. ഓലക്കുട ചൂടി നടക്കുന്ന ഒരു കാലഘട്ടം, കീറിയ ഓലപ്പുരയ്ക്കകത്തൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെയൊക്കെ ഒരു പഴയ കാലഘട്ടം. എന്തിനാണ് ആ മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാക്കിയത് എനിക്കത് മനസ്സിലായില്ല. കാലങ്ങൾ കഴിഞ്ഞ് മുന്നിട്ട് പോകുമ്പോൾ ഇതെല്ലാം പിള്ളേർ വിൽക്കുകയാണെന്ന് ഓർത്തോളണം. നിങ്ങൾ ഓർത്തോളണം, നമ്മുടെ 2-3 ഏക്കർ വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭാവനാപരമായിട്ട് ചിലപ്പോൾ ചില കാര്യം പറയാറുണ്ട്. നമുക്കൊരു 3 ഏക്കർ വസ്തു ഉണ്ടെന്നിരിക്കട്ടെ,
നമ്മളിങ്ങനെ ആർക്കും കൊടുക്കാതെ കൊണ്ടു കിടക്കുക. സൗരവ് ഗാംഗുലി പന്തെറിയാൻ പോകുമ്പോൾ നെഞ്ചത്തോട്ട് പന്ത് ചേർത്ത് പിടിക്കുന്ന പോലെ ഒരു മനുഷ്യനും കൊടുക്കാതെ ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ്. അവസാനം നമ്മൾ അത് മരിച്ചു. നമ്മൾ മരിച്ച് ഒരു 10-25 കൊല്ലം കഴിയുമ്പം അബ്രഹാം പിതാവിനോട് പറയണം, ഞാൻ തൊടുപുഴ വരെ ഒന്ന് പോയിട്ട് വരാം, അവിടെ എൻ്റെ വീടും സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം, ചുമ്മാ ഇരിക്കുകയാണല്ലോ. അബ്രഹാം പിതാവ് പറഞ്ഞൊന്ന് പോയിട്ട് പോവാ, വൈകുന്നേരത്തിനകം വന്നേക്കണം. നമ്മൾ വന്ന കരിമണ്ണൂർ നോക്കുമ്പോൾ നമ്മുടെ 3 ഏക്കർ അവിടെ ഇല്ല, പകരം കുറേ വില്ലകൾ അവിടെ കാണാം. പിന്നെ അറക്കക്കൊടിയെന്നോ പാറയ്ക്കൽ നിന്നോ ഒരു വീട്ടുപേര് കണ്ടുപിടിച്ച് ഇതായിരിക്കും എൻ്റെ വീടെന്ന് വിചാരിച്ച് ചെന്ന് കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ ഒരു പയ്യൻ നേരെ വരുന്നു. നമ്മൾ നോക്കിയപ്പം ഒരു ഡീൻ്റെ ടച്ച് കാണുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിച്ചു, ആരാടാ? എൻ്റെ മകൻ്റെ മകനാന്ന് മനസ്സിലായി. അവൻ പറയും, നിങ്ങളാരാ? നമ്മൾ ചോദിച്ചു, നിങ്ങളാരാ? അവൻ മുറുകി ചോദിച്ചു, നിങ്ങളാരാ? നമ്മൾ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അപ്പനാണ് ഞാൻ. അവൻ നേരെ അടുക്കള ചെന്നിച്ച് പറയും, താണ്ടെ ഒരു വെകിളി പിടിച്ച ആൾ വന്നിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ അമ്മയോട് കൊടുത്തു വിടാൻ പറയും. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവർ നമ്മുടെ എല്ലാ മേഖലകളും. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ക്രയവിക്രയ സ്വാതന്ത്ര്യമുണ്ട്. അതിന് മുമ്പും ആരുടേതാണ്, ശേഷവും ആരുടേതാണ്. ഒന്നും നമ്മുടെ സ്വന്തമല്ലെന്നറിയാമല്ലോ. നമ്മൾ പറയും വീട് സ്വന്തമാണ്, വാഹനം സ്വന്തമാണ്, വസ്തു സ്വന്തമാണ്. ഒന്നും സ്വന്തമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും 3 ഏക്കറെന്ന് തോന്നിയാൽ ഇന്ന് രാത്രി ചെന്നിച്ച് ആധാരം എടുത്ത് നോക്കണം. ആധാരത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും പണ്ടാരവക. അറിയാമോ പണ്ടാരവക? പണ്ടാരവക എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് ആരുടെയോ വക. ഈ പണ്ട് ആരുടെയോ വകയാണ് നമ്മളിപ്പം സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്നത്. മരിച്ചു കഴിയുമ്പോൾ ആരുടെ ആയിരിക്കും? അതും ആരുടെയെങ്കിലുമൊക്കെ വകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് കൂട്ടിവെച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് ആദ്യം പറയുകയാണ്. ഇനി തീറ്റയിലേക്ക് വരാം. ഇന്നത്തെ ഫുഡിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ഇല്ലേ? നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വന്നിരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അകത്തളങ്ങളിൽ പറയേണ്ട കാര്യമാണ്. ഭക്ഷണത്തെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ക്രേത്തർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. വയറിന് വേണ്ടിയുള്ള വേല ചെയ്യുന്നവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് അമിത ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. വേദപുസ്തകത്തിലുണ്ട്, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അത്രേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവരാജ്യം ഭക്ഷണം ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ശാപ്പാടൊന്നും ഇല്ലെന്ന് കരുതി അങ്ങോട്ട് പോകുന്നില്ല എന്നാരും വിചാരിക്കേണ്ട. ദൈവരാജ്യം ഭക്ഷണം അല്ല, പാനീയം അല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ചൊരു ചിന്തയുണ്ട്, എന്ത് തിന്നും എന്ന് ചിന്തിച്ചു. ഈ വേദഭാഗത്ത് തന്നെയാണ് അതും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടുമൊക്കെ നിങ്ങൾ വിചാരപ്പെടുന്നത് എന്ത് എന്ന ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു ചിന്തയുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ചിന്തിച്ച ചിന്തയാണ്, എന്താണ് മനുഷ്യന് തിന്നാനുള്ളത്, എന്താണ് മനുഷ്യന് കുടിക്കാനുള്ളത്. അത് പണ്ട് കാലത്ത് ചിന്തിച്ചിരുന്ന ചിന്തകളാണ്. ഇന്ന് അങ്ങനെ ആരും ചിന്തിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നത്തെ കാലങ്ങളും ഇന്നത്തെ രീതികളൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സമീപവാസിയും അകന്ന ബന്ധുവൊക്കെ ആയിട്ടുള്ള ഒരു സഹോദരൻ ഇവിടെ ഉണ്ട്. ഞങ്ങളെയൊക്കെ ജീവിത ശൈലികളൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഊരാളിച്ചേമ്പ് എന്നും പറഞ്ഞൊരു ചേമ്പുണ്ട്. നമ്മുടെ നാട്ടിൽ കൊന്തവാഴ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, കൊന്തവാഴ. ഇപ്പം അതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് മധുരമൊക്കെ ഉള്ള സാധനം, വാഴയുടെ ഇല പോലെ ഒരു ചെറിയ സാധനം. ഞങ്ങളതിന് ഊരാളിച്ചേമ്പെന്നും പറയും. ഈ ഊരാളിച്ചേമ്പൊക്കെ തിന്നാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ വളർന്നു വന്നത്. 4 മണി വിട്ട്, പള്ളിക്കൂടത്തിൽ 4 മണി വിട്ട് നേരെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫുട്ബോൾ തട്ടി കളിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും ഒന്ന് വയറു നിറച്ച് കഴിക്കുന്നുള്ള സംവിധാനങ്ങൾ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. സമഗ്ര ശിശു മാതൃ സംരക്ഷണ കേന്ദ്രത്തിലെ ഉപ്പുമാവും കുറുക്കുമൊക്കെ തിന്ന് വയറിൻ്റെ ഒട്ടിക്കിടക്കുന്ന അളവ് നോക്കി കൊണ്ടു ചെല്ലുന്ന പാത്രത്തിനകത്ത് വിളമ്പിത്തരുന്ന ഒരു കൊച്ചിക്കാരി അമ്മച്ചിയെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. വിശപ്പ് അടങ്ങുകയില്ലെന്ന് കാണുമ്പം അവിടുത്തെ പാത്രങ്ങൾ കഴുകാൻ എന്നെ ഏൽപ്പിക്കുകയും
കഴുകാൻ ഏൽപ്പിച്ച പാത്രം തിരികെ കൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പുമാവും കൂടെ തന്ന് വയറ് നിറച്ച എൻ്റെ ബാല്യകാലം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ച ചിന്തയാണ് എന്ത് തിന്നും എന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മളിന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇന്ന് ഞാനും നിങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ. ഞാൻ കൊട്ടാരക്കരയിലെ കരിക്കം എന്നൊരു സ്ഥലത്ത് സുവിശേഷ പ്രഭാഷണത്തിന് ചെന്നു. അവിടെ ചെന്നപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നപ്പം ഞാൻ രാവിലെ വരുന്ന കണ്ണോടിച്ചപ്പോൾ 17 ഐറ്റംസാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്ത് നിരന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് തിന്നുമെന്ന ചോദ്യം അന്ന് നിർത്തി. ഞാൻ ആ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഏത് തിന്നും എന്ന് ചോദിച്ചു. കാരണം ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ച ചിന്തയാണ് എന്ത് തിന്നും, തിന്നാനൊന്നുമില്ല. പക്ഷേ കാലം മാറി വീടുകളിലൊക്കെ 2-3 ഐറ്റംസൊക്കെയാണ് രാവിലെ വരുന്നത്. പഴങ്കഞ്ഞി മാതാപിതാക്കൾക്ക്, നൂഡിൽസ് പിള്ളേർക്ക്, പുട്ടും പപ്പടവും അപ്പന്, അമ്മയ്ക്ക് എല്ലാറ്റിനും കൂടെ ബാക്കി. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഞാൻ ചോദിച്ചു എന്ത് തിന്നും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ മേശപ്പുറത്ത് വന്നപ്പോൾ ഞാൻ ചോദിക്കാൻ തുടങ്ങി ഏത് തിന്നും. അത് മറ്റൊരു ചിന്തയാണ്. ഞാൻ എന്ത് തിന്നും ഏത് തിന്നും എന്ന് ചോദിച്ചിട്ടും എൻ്റെ മുമ്പിലേക്ക് നിങ്ങളാരും കാര്യമായിട്ട് അതിന് പ്രതികരിക്കുന്നില്ല. ഒരുപക്ഷെ ഇതിൽ പോകുന്ന ശബ്ദകോലാഹലമായിരിക്കും. അതൊന്നുമല്ല, ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുവാ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. എന്ത് തിന്നുമെന്നല്ല ചിന്തിക്കുന്നത്, ഏത് തിന്നുമെന്നുമല്ല ചിന്തിക്കുന്നത്. പാസ്റ്ററെ എന്താ കാര്യം? തിന്നാനൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരു തലകറക്കം. നേരെ കൊണ്ടുപോകുന്നു. ഏതാണ്ടൊക്കെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് 4 വീച്ചും പിച്ചയും നോക്കിച്ച് പറഞ്ഞു 385. ഇല്ല, എനിക്കടുത്ത മേടത്തിന് 67 ആകത്തുള്ളൂ. പ്രായത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഷുഗറും പ്രഷറുമൊക്കെ കൂടിപ്പോയ കാര്യമായി പറഞ്ഞത്. അങ്ങനെ മനുഷ്യന് പ്രശ്നമുണ്ട് കേട്ടോ. രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്ര 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 എന്നൊരു ചോദ്യം കുറേ നാൾ മുമ്പ് ഞാൻ വാട്സാപ്പിൽ കണ്ടിരുന്നു. 10 വയസ്സ് വരെ ചോദിക്കും എത്ര വയസ്സ് എത്ര, 20 വയസ്സ് വരെ ചോദിക്കും മാർക്ക് എത്ര, 30 വയസ്സ് വരെ ചോദിക്കും ശമ്പളം എത്ര, 40 വയസ്സ് വരെ ചോദിക്കും പിന്നെ എന്താണ് ശമ്പളം എത്ര, മക്കൾ എത്ര, 50 വയസ്സാകുമ്പോൾ ചോദിക്കുന്നത് ഷുഗർ എത്രയെന്നാണ്, 60 ആകുമ്പോൾ ചോദിക്കുന്നത് പ്രഷർ എത്രയെന്നാണ്, 70 ആകുമ്പോൾ ചോദിക്കുന്നത് കൊളസ്ട്രോൾ എത്രയെന്നാണ്. കാരണം ഈ ഓർണം വന്നു കഴിഞ്ഞാൽ അടുത്ത പുള്ളികളൊക്കെ ഓട്ടോറിക്ഷ വിളിച്ച് വരും. അവരൊക്കെ പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാസിച്ചാൽ തുപ്പിയാലൊന്നും പോകത്തുമില്ല. 70 കഴിഞ്ഞ ആളുകളെ കാണുമ്പോൾ ചോദ്യമൊന്നുമില്ല, നമ്മൾ ചോദ്യം ചെല്ലുമ്പോൾ നിൽക്കും. ഇനി എത്ര നാൾ ഇതെങ്ങനെ നിൽക്കും? അധികം നാളുകളൊന്നും ഇനി ഇല്ലാത്ത മട്ടിലാണ്. അപ്പോൾ എന്ത് തിന്നും ഏത് തിന്നും. നേരെ ഒരു ക്ലിനിക്കിൽ ചെല്ലുന്നു 365. ഇനി മണ്ണിൽ നിൽക്കുന്ന ഭക്ഷണ സാധനമൊന്നും കഴിക്കാൻ മേല, മുളച്ച് പൊന്തി വരുന്ന പച്ചക്കറിയിലേക്ക് തിരിഞ്ഞെന്നൊക്കെ പറയും. മലയപ്പലയനാം മാടത്തിന് മുറ്റത്ത് മഴ വന്ന വാളൊരു വാഴ നട്ടു, മനതാരിൽ ആശകൾ പോലതിൽ ഓരോരോ ബാക്കി അറിയാമോ, മരതക കൂമ്പ് പൊടിച്ചു വന്നു. നിങ്ങൾ ചിന്തിക്കുന്നു അത് സങ്കീർത്തനത്തിലില്ലല്ലോ, ഉത്തമീയത്തിലില്ലല്ലോ, സഭാപ്രസംഗത്തിലില്ലല്ലോ. അവിടെയൊന്നുമല്ല, ചങ്ങമ്പുഴ വാഴക്കൊലയിലാണ്. അതുകൊണ്ട് ഇവിടെ രാസവളമൊന്നും ഇടാതെ ജൈവവളം മാത്രമിട്ട് വളർത്തിയ വാഴക്കൊല മൂക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഫ്രാൻസിസ് പാസ്റ്റർ നിർവഹിച്ചതുപോലെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുമെന്ന്. ചാക്കിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തിൽ കൈയിട്ട് ഞെക്കുമ്പോൾ പഴുത്തെന്ന് മനസ്സിലായി. തിന്നാൻ നേരത്താണ് ഡോക്ടർ പറയുന്നു തിന്നു പോകരുത് എന്ന്. കടിച്ച് ചവച്ച് തുപ്പാനേ നിർവാഹമുള്ളൂ. ഏത്തക്കൊല നേരെ ആമ്പിളർക്ക് കൊടുക്കുന്നു. ചോദിക്കുന്നു എനിക്ക് എൻ്റെ ഭാര്യയ്ക്കൂടെ തിന്നാൻ പറ്റിയ എന്താ സാധനം ഉണ്ടെന്ന്. അയാൾ ട്യൂബ്ലൈറ്റ് കണക്ക് തൂങ്ങിക്കിടക്കുന്ന സാധനം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഇത് കൊണ്ടുപോകൊള്ളാൻ പറഞ്ഞു. എന്താണെന്നറിയാമല്ലോ, വാഴപ്പിണ്ടി. അപ്പോൾ 8 കിലോ പെരുങ്കായത്തിൻ്റെ സഞ്ചിക്കകത്ത് ഇട്ട് പോരുകയാണ്. അപ്പോൾ ആ വാഴക്കൊല ആമ്പിള്ളർ തിന്നട്ടെ, വാഴപ്പിണ്ടി നമ്മൾ തിന്നട്ടെ. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ത് തിന്നുമെന്ന് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഏത് തിന്നുമെന്നും എങ്ങനെ തിന്നുമെന്നൊക്കെ പറയുന്നു. കപ്പയൊക്കെ തിന്ന് ജീവിച്ചൊരു കാലഘട്ടം നമ്മളാരും മറന്നുപോയിട്ടില്ലോ ഇല്ലേ? കപ്പയുടെ കാര്യം പറഞ്ഞ പെന്തക്കോസ്തുകാരെ നാട്ടുകാരെ കളിയാക്കിയ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. കപ്പയും കഞ്ഞിയും തീർക്കുവാൻ, ഒത്തിരി പേരെ ചേർക്കുവാൻ പാരടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പാട്ടാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ അമ്മച്ചിമാരൊക്കെ വേദപുസ്തകമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാൻ പാത്രതയൊന്നുമില്ല, നിന്റെ കൃപ എത്ര വിചിത്രമോഹോ എന്ന് പറയുമ്പം ഒരു മൂട് കപ്പ വലിച്ചെടുത്തുകൊണ്ട് ഇത്ര വലിപ്പമുള്ള കപ്പയെ ഈ കലത്തിൽ പുഴുങ്ങാൻ പാത്രങ്ങളൊന്നുമില്ല,
നിന്റെ കപ്പ എത്ര വലിപ്പമഹോ എന്നൊക്കെ പറഞ്ഞ് പെന്തിക്കോസ്തുകാരെ കളിയാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കപ്പ വേവോളം പ്രസംഗം നീട്ടണം, കപ്പ മൂക്കുവോളം യോഗം കൂടണം എന്നുള്ള പഴഞ്ചൊല്ലും പണ്ട് വന്നതാണ്. വൃശ്ചികക്കപ്പ പറിച്ചു തുടങ്ങിയാൽ മൂക്കുന്നവരെ നമുക്ക് യോഗം കൂടണം. കപ്പ വേവോളം എന്ന് പറഞ്ഞാൽ അടുപ്പത്തിൻ്റെ അടുക്കള സൈഡിലാണ് അമ്മച്ചിരിക്കുന്നത്. പ്രസംഗം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. പാസ്റ്റർ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പ്രസംഗം തീർന്നാൽ കട്ടൻ കപ്പയും കാപ്പിയുമാണ് കൊടുക്കുന്നത്. കപ്പ വെന്തോ എന്നറിയാനാണ് നോക്കുന്നത്. അങ്ങനെ പാസ്റ്റർ പറയും, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിന്, അപ്പോൾ അമ്മച്ചി അവിടെ നിന്നുണ്ട് സ്തോത്രം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കപ്പ വെന്തിട്ടില്ല. അപ്പോൾ പറയും പ്രസംഗത്തിന് വിരാമമിടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ദൈവാത്മാവെന്നെ മറ്റ് മേഖലയിലേക്ക് നടത്തുമെന്നും പറഞ്ഞ് പ്രസംഗം നീട്ടുകയാണ്. അതാണ് ഈ കപ്പ വേവോളം പ്രസംഗം നീട്ടണമെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഒരു കാലത്ത് കപ്പയൊക്കെ തിന്ന് ദൈവത്തെ ആരാധിച്ചവരാ. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പാസ്റ്ററെ പഴയ കാര്യങ്ങളൊക്കെ കിള്ളി പുറത്തിടാതെ. ഞങ്ങൾ 5999 സാരിയും അതുപോലെ അതിന് തക്കതായ ബ്ലൗസും പിന്നെ സ്കാർഫ് അടക്കം ഇല്ലേ, റൈബാൻഡിൻ്റെ കണ്ണടയും ലിവിങ്ങിൻ്റെ പാൻറ്റും റൈമണ്ടിൻ്റെ ഷർട്ടും ലാക്കോസിൻ്റെ ബെൽറ്റും ഡെക്മാർക്കിൻ്റെ ഷൂവും ഒക്കെ ഇട്ട് ഒരു 10,000-15,000 രൂപയുടെ വസ്ത്ര സംവിധാനങ്ങളുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പം പഴയകാലമൊക്കെ മറക്കാൻ തുടങ്ങുമ്പം പാസ് വെറുതെ ആവശ്യമില്ലാതെ അതൊക്കെ കിള്ളി പുറത്തോടെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ അധികം പറയുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല, ഇരിപ്പ് കണ്ടാൽ അറിയാം. സ്വന്തം പറമ്പിൽ കപ്പയില്ലാത്തത് കൊണ്ട് പാതിരാത്രിക്ക് പിള്ളേർ കരഞ്ഞപ്പം അടുത്ത പറമ്പിൽ ചെന്ന് മൂക്കാത്ത കപ്പ വേരോടെ പാന്തിയെടുത്തപ്പം അവൻ പന്നിക്കിട്ട് വെച്ച് വെടി കൊണ്ടവർ വരെ ഇതിനകത്ത് ഏൽപ്പിയിരിക്കുന്നുണ്ടാകും. സ്വത്രം പറയാത്തത് കൊണ്ടാണ്. എന്നാലും പണ്ടൊരുത്തം പറഞ്ഞ പോലെ വന്ന വഴികൾ മറക്കാത്തവരുണ്ടെങ്കിൽ കരമുയർത്തിയൊരു സ്വത്രം പറയണം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെയും കപ്പയും കൂട്ടിക്കൊണ്ട് ആളുകൾ കളിയാക്കി. 4 കവലകളിൽ കപ്പയ്ക്കുന്ന വിലയുണ്ട്. ഇന്ന് ഈ കപ്പ ജനിച്ചത് ബ്രസീലിലാണ്. ബ്രസീൽ മഞ്ഞക്കിളികളുടെ നാടാ. അവരൊക്കെ ഇവിടെ വരുമ്പം അവർക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ കപ്പയാണ് ഇപ്പോൾ ആദ്യം വിളമ്പുന്നത്. ഞാനതിനെക്കുറിച്ച് പറയുന്നത്, കപ്പ തിന്ന് ദൈവത്തെ ആരാധിച്ച പെന്തക്കോസുകാരെ നാട്ടുകാർ പാരഡികൾ ഉണ്ടാക്കി ഒരുപാട് കളിയാക്കിയപ്പം ആ കപ്പയെ ദൈവം അങ്ങോട്ട് ഉയർത്തി കേട്ടോ. ഉയർത്തി ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പേരാ പുള്ളിക്ക്. ഇതുപോലെ പേരിട്ട വേറൊരു സാധനമില്ല. എല്ലാ പേരും പറയാൻ കൊള്ളാത്തത് കൊണ്ട് ഞാൻ എല്ലാ പേരും പറയുന്നില്ല. കപ്പയെന്നും മരച്ചീനി എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അങ്ങോട്ട് നിർത്തുക. വേറെ ചില സ്ഥലത്തൊക്കെ ചെന്ന് നമുക്ക് ഓക്കാനം വരുന്ന പേരുകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കപ്പയെ കളിയാക്കിയപ്പം അതിൻ്റെ 5 സ്റ്റാർ വരെ ഉയർത്തിയെങ്കിൽ കപ്പയുടെ മൂക്കാത്ത വേര് തിന്നിട്ടും കർത്താവിൻ്റെ കലപ്പയിൽ നിന്ന് കൈയെടുക്കാത്തവൻ ഏത് സ്റ്റാറിനപ്പുറത്ത് പോകും നിങ്ങൾക്കറിയാമോ? 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടുന്ന മാർഗം ഊഹിക്കാൻ പോലും പറ്റത്തില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകുമെന്നും ദൈവത്തിൻ്റെ വചനമില്ലേ? വചനമുണ്ട്. ഞാൻ പറയുന്ന കാര്യം ഇതാണ്. ഞാനൊരു സുവിശേഷ പ്രസംഗകനാണ്. രാത്രിയിൽ പ്രസംഗം കഴിഞ്ഞ് പോകുന്ന സമയത്തൊക്കെ ഒരു ചായ കുടിക്കാനൊക്കെ ഈ മൂവാറ്റുപുഴ ഭാഗത്തെയാണ് ആശ്രയിക്കാറുള്ളത്. അവിടേക്ക് ഒരു നാടൻ തട്ടുകടന്നൊരു കടയുണ്ട്. ഇപ്പോൾ അതങ്ങോട്ട് KSRTC തൊട്ടടുത്തോട്ട് മാറ്റി. 2 മണിക്കും 3 മണിക്കൊക്കെ ചെല്ലുമ്പം ഇറച്ചിയും മീനും മട്ടനും ഒക്കെ കൂട്ടിക്കൊണ്ട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പം നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. നമ്മുടെ പിള്ളേരെ നമുക്കറിയത്തില്ലയോ, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ബില്ല് നിങ്ങൾക്കറിയാമോ? 2200, 1600 ഒക്കെ ആളുകൾ ബില്ല് തീർക്കുകയാണ്. എന്തിന്? ടിപ്പ് കൊടുക്കുന്ന പോലും 50 രൂപ കുറഞ്ഞു പോയി. 110 രൂപ, 150 രൂപ ഒക്കെയാണ് ടിപ്പ് കൊടുക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സ്നേഹത്തോടെ പെന്തക്കോസിലെ പിള്ളേരോട് ചോദിക്കുകയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നോട്ട് ഏതായിരുന്നു എന്നറിയാമോ? 2000 ആയിരുന്നു. 2000 കണ്ടിട്ടുണ്ടോ? കയ്യിൽ കിട്ടിയവരൊക്കെ ഒരു സ്വത്രം പറഞ്ഞ് 2000 കണ്ട് കൈ ഒരുപാട് പേര് കൈ പൊക്കിയിട്ടുണ്ട്. അടുത്തതിന് ആരെങ്കിലും കൈ വെക്കുന്നുണ്ടോ എന്ന് പാസ്റ്റർമാർ നോക്കിക്കൊള്ളാം കേട്ടോ. ആകപ്പാടെ കിട്ടിയ 2000 ഒരിക്കലെങ്കിലും സ്വോത്രക്കാഴ്ച പാത്രത്തിലിട്ടവരെ കൈ പൊക്കിക്കേ. കണ്ടോ? ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ 2000 പിൻവലിച്ചതിൻ്റെ കാര്യം മനസ്സിലായോ? എന്താ പിൻവലിച്ചത്? 2000 വരെ സൗകര്യമുള്ള നോട്ടായിരുന്നു, സൗകര്യപ്രദമായ നോട്ടായിരുന്നു. പക്ഷേ അതങ്ങോട്ട് പിൻവലിച്ചു. എന്താ കാര്യം? നമ്മുടെ കയ്യിൽ 2000 തന്നാലും നമ്മൾ സ്വോത്രക്കാഴ്ച പാത്രത്തെ ഇടത്തില്ല ഇത് ദൈവം കണ്ടപ്പം ആ 2000 ദൈവം അങ്ങോട്ട് പിൻവലിച്ചു. പിൻവലിച്ച കൂട്ടത്തിൽ തറവാട്ടിൽ ജനിച്ച 1000 നോട്ടും കൂടെ അങ്ങ് പോയി. പിന്നെ നമ്മൾ പിൻവലിക്കാൻ ആഗ്രഹിച്ചൊരു സാധനമുണ്ട്, 10 രൂപയാണത്. അത് പിൻവലിച്ചിട്ടില്ല.
യഥേഷ്ടം അവൻ തകർത്ത് പൊടിച്ചിങ്ങനെ വാരിക്കൊണ്ട് നടക്കുകയാണ്. സ്വോത്രക്കാഴ്ചയിലും കാണുമായിരിക്കും ഒരുപാട് 10 നോട്ടുകൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുന്നത്, ഇത്തരം വലിയ നോട്ട് ഹോട്ടലിൽ കൊടുക്കാൻ നമുക്കൊരു മടിയില്ല, ടിപ്പ് 150 രൂപ കൊടുക്കാൻ ഒരു മടിയില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര രൂപ കൊടുക്കാറുണ്ട് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ വെറൈറ്റി വിഭവങ്ങൾ ഇവിടെ നിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചിക്കനെ സംബന്ധിച്ച് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. ചിക്കൻ 65, എനിക്കറിയത്തില്ല 65 കഷ്ണമാണോ എന്ന്. ചിക്കന് പൊട്ടിത്തെറിച്ചത് വേറൊരു സാധനമാണ്. നാളെ എന്ന് പറഞ്ഞു ചിക്കൻ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ എൻ്റെ മൂത്തവനും പറഞ്ഞു, പപ്പ ഞാൻ പറഞ്ഞു കഴിച്ചിട്ടില്ല, ഒരു പ്ലേറ്റ് മേടിച്ച് കഴിച്ച് നോക്കാം. എൻ്റെ പൊന്നച്ച, കാന്താരി മുളകും ഇടുക്കി മുളകും കാശ്മീരി മുളകും കുരുമുളകും എല്ലാം മുളകും കൂടെ ചേർത്ത് വെച്ച് ഒരു ആകപ്പാടി എരിവിൻ്റെ സാധനമാണ്. ഞാൻ പറഞ്ഞു ഇത് കഴിച്ചാൽ പൊട്ടിത്തെറിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, തിന്നാനും കുടിക്കാനും വേണ്ടി നടക്കുന്ന ഒരു തലമുറ ഇന്നത്തെ ലോകത്തിലുണ്ട്. ഞാനിവിടെ മുൻപോട്ട് വെക്കുന്ന ആശയം പഴയ നിയമത്തിനകത്ത് പറഞ്ഞിരുന്നു. തിന്മാനും കുടിപ്പാനും കളിക്കാനുമായിട്ടാണ് ആളുകൾ എഴുന്നേൽക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാനും പഠിക്കാനുമുള്ള ആത്മീക ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ? 2 തരത്തിലുള്ള ഭക്ഷണമാണുള്ളത്. ഒന്ന് ആത്മീകമായ ആഹാരം, മറ്റൊന്ന് ഭൗതികമായ ആഹാരം. ഭൗതികമായ ആഹാരത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചവച്ച് അരച്ച് തിന്നാൻ തുടങ്ങുന്ന സമയം മുതൽ 70-80 വയസ്സ് വരെ ജീവിച്ചാൽ ഏകദേശം 80-100 കിലോ അരിയുടെ ചാക്ക് അവൻ ഭക്ഷണം കഴിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. 100 കിലോ ചാക്ക് അരിയുടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് 70 വയസ്സ് വരെ ജീവിച്ചവർ. കണ്ടാ പറയത്തില്ല, ഒരു 50 പൈസയുടെ പ്ലാസ്റ്റിക് കൂടിയ വലിപ്പമേ കാണത്തുള്ളൂ. ചില ആളുകൾക്ക് മല്ലിച്ചാക്ക് കണക്കെ ആയിട്ടുണ്ടാകും. കൈ തകയാത്തൊരു സ്കെയിലൊക്കെ വെച്ച് കെട്ടി ചിലപ്പോൾ വയറിൻ്റെ ഭാഗം മാന്തേണ്ട ഗതികേട്ട് വന്നേക്കാം. എന്നാലും ഞങ്ങളൊന്ന് ചോദിക്കുന്നത്, താങ്കൾ 70 വർഷം കൊണ്ട് കഴിച്ച 100 ചാക്ക് അരിയുടെ ഭക്ഷണം എവിടെ പോയി സഹോദര? ഉത്തരം മറപ്പുരയിൽ പോയി. മറപ്പുരയിൽ അവിടെ കിടക്കുന്നുണ്ടോ? ഇതിലേ പോകുന്ന JCB കൊണ്ട് തോണ്ടിയെടുത്താൽ കിട്ടുമോ? ഇല്ല, അത് മണ്ണിലേക്ക് പോയി. എന്തെങ്കിലും ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മണ്ണിൽ നിന്ന് എടുത്ത നിങ്ങളെ മണ്ണിലേക്ക് തിരികെ ചേരുന്നവരെ ദൈവം തമ്പുരാൻ അനുവദിച്ച ഭക്ഷണത്തിൻ്റെ അളവാണ്. ഈ ഭൂമിക്ക് ചുറ്റും 6 പ്രാവശ്യം നടക്കുക, 24 വർഷം ഉറങ്ങുക, 5.5 വർഷം സംസാരിക്കുക ആണുങ്ങൾ. പെണ്ണുങ്ങൾ 6.5 വർഷം സംസാരിക്കാൻ എടുക്കുക. അത് ദോഷമൊന്നുമല്ല, തമ്പുരാൻ തന്നിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് വിചാരിച്ചോ. 1 വർഷം കൂടുതൽ നിങ്ങൾ സംസാരിക്കും. അതുകൊണ്ടല്ലേ നിങ്ങൾ സുവിശേഷ വേല ഏൽപ്പിച്ചത്. ആണുങ്ങളെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, അവിടെ വാ, ഗലീലയിൽ വെച്ച് നമുക്ക് കാണാം എന്നാണ് പറഞ്ഞത്. പെണ്ണുങ്ങളെ കണ്ടപ്പം അവിടെ വരാനല്ല പറഞ്ഞത്, പോയി പറഞ്ഞോളാനാ പറഞ്ഞത്. എന്താ കാര്യം? ഒരു കാര്യം കയ്യിൽ കിട്ടിയാൽ അതിനൊന്നും രഹസ്യമായി കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ല. തന്നെയല്ല, പറഞ്ഞു പരത്താൻ നിങ്ങളെപ്പോലെ മിടുക്കര് ലോകത്തിൽ വേറെ ആരുമില്ല. അത് നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കേട്ടോ. അല്ലാതെ കുശുമ്പും കുന്നയും പറഞ്ഞു നിങ്ങൾക്കത് പറഞ്ഞു പരത്താൻ പറ്റുമെന്നേ, ക്ലിയർ ആണെന്നേ. നിങ്ങൾ നോക്കിയ പത്രോസിനോട് ഒരു പെണ്ണ് ചോദിച്ചു, നീ അവൻ്റെ കൂടെയുള്ളവനല്ലേ? ഞാൻ ഈ നാട്ടുകാരനല്ല. 2-3 പ്രാവശ്യം ഒളിപ്പില്ലാതെ പറഞ്ഞു കളഞ്ഞു. പക്ഷേ ഒരു പെണ്ണിനോടൊരാണ് ചോദിച്ചു, എടി കൊച്ചേ, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്താ വിശേഷത? എൻ്റെ അച്ഛാ ചെറുതോട് രാവിലെ ഷട്ടറുകളോ പറയാൻ തുടങ്ങി. അവിടെ നില്ലച്ച, ഞാൻ പറയാം, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ മതി, റേഷൻ മേടിച്ചിട്ട് വരാം, കേട്ടേച്ച് പോയാമെന്ന് പറഞ്ഞു. 1000-ങ്ങളിലും 10,000-ങ്ങളിലും അതിസുന്ന്. അതുകൊണ്ട് നിങ്ങളുടെ നാവിന് ദൈവം തന്ന പച്ച സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാനാണെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട പ്രിയപ്പെട്ടവരെ. അപ്പം ഈ 70 കൊല്ലം ജീവിക്കുമ്പം 24 കൊല്ലം 5.5 വർഷമൊക്കെ തിന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ 70 വർഷം ജീവിച്ച് ഇങ്ങനെ മണ്ണിലടങ്ങാനാണോ തീരുമാനം? എന്നാൽ 70 വർഷം ജീവിക്കുമ്പം വിണ്ണിൽ നിന്നും ഇറങ്ങി വന്ന ഒരു സംഗതിയും അകത്താക്കിയിട്ടുണ്ട്. അതാണ് ആത്മീക ആഹാരം എന്ന് പറയുന്നത്. ഈ ആത്മീയ ആഹാരമാണ് ഈ സുവിശേഷ യോഗത്തിൻ്റെ 1ാമത്തെ രാത്രിയിൽ ഈ തൊടുപുഴ ഈ സിറ്റിയിൽ മുഴങ്ങുന്നത്. ഈ ആഹാരത്തിൻ്റെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക്? ഈ ആഹാരം മണ്ണിൽ മരിച്ചാലും ഒടുങ്ങുകയില്ല. മരിച്ച് ഈ ആഹാരം വേണ്ടതുപോലെ ഭക്ഷിച്ചാൽ മണ്ണിനെ ജയിച്ച് മരണത്തെ ജയിച്ച് മശിഹായുടെ അടുക്കൽ നിങ്ങൾ എത്തിക്കുവാൻ കഴിയുന്ന ജീവന്റെ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതിനോടാണ് നിങ്ങൾക്ക് താല്പര്യം പ്രിയപ്പെട്ടവരെ? എനിക്ക് തോന്നുന്നു ഭൗതിക ആഹാരത്തോടാ. ഒരു കോളേജ് അധ്യാപകൻ ചോദിച്ചു, ഒരു നേരത്തിന് ആഹാരത്തിന് വിശക്കുന്നവര് നമ്മുടെ നാട്ടിലുണ്ടോ? ഉടനെ കൊച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, സാറ് ഏത് കാലത്താണ് ജീവിക്കുന്നത്?
അങ്ങനെയൊന്നും ഇപ്പം ആരുമില്ല. സാറ് പറഞ്ഞു ഉണ്ട്, ഒരു നേരത്തിൻ്റെ ആഹാരത്തിന് വിശക്കുന്ന പാവം പിടിച്ചവരെ കാണണമെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ ചെന്നേച്ചാൽ മതി. ഞാനിന്നൊരു കല്യാണത്തിന് പ്രസംഗിച്ചേച്ച് വരിക കൊരട്ടി അനമ നടയിൽ. ഞാനൊക്കെ ഇന്നും അത് അനുഭവപ്പെട്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ് നോക്കുമ്പം ആൻ്റെ കല്യാണ സദ്യയിൽ കൊണ്ട് ചെല്ലുമ്പോഴേക്കും ഹോള് നിറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിച്ചു ഇതെപ്പോൾ സംഭവിച്ചു? അവർ പറഞ്ഞു യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഡിറ്റോറിയം നിറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രസംഗത്തിന് പോകാനുള്ളതാണ്. പണ്ടാട്ടെ, ഇപ്പോഴല്ല. നിലമ്പൂര് ഞാൻ ഒരു പ്രസംഗത്തിന് പോകാനുള്ളതാണ്. നെടുങ്ങാട് പള്ളിച്ചാലും ചർച്ചകൊണ്ട് ജനറൽ കൺവെൻഷനാണ്. പറഞ്ഞു നോക്കിയിട്ട് വരാം. നോക്കി ചോദിച്ചു സാറേ ഒരു കസേരയുണ്ട് ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് മര്യാദക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ സാവധാനം പോകാൻ നോക്കിയപ്പം ദാണ്ട ഒരുത്തൻ ഒരു മേശയുടെ അടിയിൽ കൂടെ ചാടി വേറൊരു മേശയോട്ട് ഹംപ് ചെയ്ത് നേരെ അവിടെ പോയിരിക്കുക. പിന്നെ ആരും നോക്കുന്നുമില്ല. അപ്പോൾ ഭൗതികമായ ഭക്ഷണത്തിനാൾക്ക് എന്ത് ആഗ്രഹം നോക്കിക്കേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കഴിച്ച ഒരു പുള്ളി എന്നോട് ചോദിക്കുകയാണ് കൈ കഴുകുന്ന വെള്ളം എവിടായിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ കൈ കഴുകിയില്ലേ? അല്ല, നിങ്ങളൊക്കെ ചിരിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായി. നമ്മളെല്ലാം കഴുകാതെയാണല്ലോ കഴിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്നത് കൊണ്ടാണ് ഞാൻ കൈ കഴുകാൻ പോയത്. എനിക്ക് കൈ കഴുകാൻ സമയമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളാരും കൈ കഴുകാറില്ല. പ്രിയപ്പെട്ടവർ, ഇത്രയും ഒരു ആക്രാന്തം, ഒരു ആവേശം നിങ്ങൾക്ക് ആത്മീക ഭക്ഷണത്തിനുണ്ടോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഈ പട്ടണത്തിൽ ഞങ്ങൾ 3 ദിവസമായി വിളിച്ചു പറയുന്നത് മണ്ണിൽ ഒടുങ്ങുന്ന ഭക്ഷണത്തെ കുറിച്ചല്ല, നിന്നെ നിത്യതയിലെത്തിക്കുവാൻ കഴിയുന്ന ജീവന്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിന്നും കുടിച്ചും പോരുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു പോകരുത് കർത്താവിന്റെ ഗംഭീരനാദം, അവന്റെ പ്രധാനപ്പെട്ട ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം മറന്നു പോകരുത് എന്ന് പറയാനാണ് ആ ഭാഗം ഞാൻ വിനിയോഗിക്കുന്നത്. ഞാൻ രണ്ടാമത്തെ ഗൗരവമായ വിഷയത്തിലേക്ക് വരാം. ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കുന്ന ഒരു കാലമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ തർക്കവിതർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എടുത്തു എന്നൊരു പദപ്രയോഗം അവിടെയുണ്ട്. ഈ ഭാഗം വെച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളൊക്കെ ഇവിടെ വന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് ഉപദേശങ്ങളും മറ്റും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പഠനത്തിൻ്റെ അറിവിൽ കൊണ്ട് പറയുകയാണ്, അത് ദൈവദൂതന്മാർ അല്ല എന്നുള്ള ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ധാരാളം തെളിവുകളൊക്കെ വേണം. ഈ വേദികളിൽ അതിനുള്ള സാഹചര്യം അനുവദിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ദൂതന്മാർക്ക് വംശവർദ്ധനവിനുള്ള കഴിവില്ല എന്നൊരു ഭാഗം ചിന്തിച്ചാൽ ഇത് ക്ലിയർ ആകും. ഒരിക്കൽ ചോദിച്ചു, ഈ സ്ത്രീ അവിടെ ചെന്നാൽ ഇവൾ ആരെ പോലെയാകും? യേശു പറഞ്ഞു, സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല. അത് നമുക്ക് ഇഷ്ടപ്പെട്ട അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. നാം എല്ലാവരും അവിടെ ആരെ പോലെയാകുന്നു? ദൂതന്മാരെ പോലെയാകുന്നു. അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്കുള്ള കഴിവില്ല എന്ന്. അതുകൊണ്ട് ദൈവപക്ഷത്തെ വിശ്വസിച്ച് അങ്ങനെ പോയ ഒരു തലമുറയും ദൈവത്തെ വിശ്വസിക്കാത്തൊരു തലമുറയും തമ്മിൽ വിവാഹ ബന്ധത്തിലേക്ക് വരുവാനിടയായി. ഇവിടെ ഞാൻ ഇപ്പം നിൽക്കട്ടെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വിവാഹത്തോട് എതിർപ്പുള്ളയാളല്ല. ഞാനൊരു കല്യാണത്തിന് പ്രസംഗിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു വസ്തുത, ആദ്യത്തെ 2 പോയിന്റുകളും നമുക്കുള്ളതാണ്, അടുത്ത 2 പോയിന്റാണ് നാട്ടുകാർക്കുള്ളത്. എല്ലാവർക്കും വേണമല്ലോ, അതുകൊണ്ടാണ് ഈ ആദ്യ 2 പോയിന്റ് നമുക്കുള്ളതാണ്. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ തലമുറകൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിപ്പം അന്യജാതി മതസ്ഥരെ കല്യാണം കഴിക്കുന്നതിനോ വിശ്വാസം പണയം വെച്ചൊരു വിവാഹത്തിൽ ഏർപ്പെടുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും അനേകർക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്. ചുമ്മാതല്ല, കർത്താവ് വളരെ വ്യക്തമായി ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട് കരയണമെന്ന് പറഞ്ഞൊരു ഭാഗം. ഞാൻ ചിന്തിക്കുന്നത് ഒരുപാട് കാര്യം വിശദീകരിക്കാൻ സമയമില്ല, പറ്റത്തില്ല ഈ സ്റ്റേജ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒരുപാട് കാര്യം പറയുന്നില്ല, ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ പിള്ളേർ വിശ്വാസത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്നുള്ളത്. അത് ഞാൻ തീർത്ത് പറയുകയാണ്, ഏത് മതക്കാരുമാകട്ടെ അവനവൻ്റെ മതവിശ്വാസം അനുസരിച്ച് അവർക്ക് കല്യാണം കഴിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചും വേറെ ഏത് മതങ്ങളിലുമുള്ള എല്ലാ വിവാഹങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. തെളിവെന്താ? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വീണ്ടും
കല്യാണം കഴിപ്പിക്കാറില്ല. കാരണം ആ വിവാഹം എല്ലാവർക്കും മാന്യം എന്ന് പറഞ്ഞതുകൊണ്ട് ആ വിവാഹം ദൈവം അംഗീകരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് തീർത്തു പറയുകയാണ്, ഖനം കൂട്ടി പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ അങ്ങനെ ഇല്ലാത്ത ഒരാളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ തിരുവചനം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തലമുറക്കൊക്കെ പ്രത്യേകം ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു പാശ്ചാത്യ രാജ്യത്ത് ചെന്നപ്പം ഒരു കൊച്ചനോട് ചോദിച്ചു, എനിക്കൊരുത്തരെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചോ? അപ്പം കറുത്തവനാ, കഴിച്ചോട്ടെ. ഞാൻ പറഞ്ഞു കഴിച്ചു, അതിനെന്താ കുഴപ്പമെന്താ? അത് പിന്നെ ഒരു കാര്യം കൂടെ പറ, പാസക്കുറിച്ച് വിശാലമായി ചിന്തിക്കുന്ന ആളാണല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ പറ, അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. ഞാൻ പറഞ്ഞു പറ്റത്തില്ല മോളെ. അപ്പോൾ ആ കൊച്ചനോട് പറയുക, നിങ്ങളിങ്ങനെ സങ്കുചിത മനോഭാവക്കാരായൊന്നും ജീവിക്കരുത്. എന്നോട് പറയുകയാണ്, ഞാനിങ്ങനെ ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിലൂടെ ആ ആത്മാവിനെയും കൂടെ, ബാക്കി പറ, ആ ആത്മാവിനെയും കൂടെ രക്ഷിക്കാമല്ലോ എന്നാണ് എൻ്റെ പേടി. ഇവിടെ ആത്മഭാരം കൂടി ഒരുപാട് ആത്മാക്കൾ രക്ഷിക്കാൻ ഇറങ്ങിയാൽ എന്താകും എന്നുള്ളതാണ് നമ്മുടെ പേടി. പ്രിയപ്പെട്ടവരെ, പ്രേമലേഖനത്തിന് പാപ ശമ്പള മരണ നരക ന്യായവിധിയുടെ കുഴിയിൽ നിന്ന് ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ എത്രയോ കഴിയുമായിരുന്നു. പാപത്തിൻ്റെ ശമ്പളത്തെ രക്ഷിപ്പാൻ പ്രേമലേഖനത്തിനല്ല സാധിക്കുക, കാൽവറിയിലെ ക്രൂശിലെ ക്രിസ്തുവിൻ്റെ മരണത്തിനാണ് സാധിക്കുക. എന്തുകൊണ്ടാണ് യേശുവിനെ ഉപേക്ഷിച്ചിട്ട് പറ്റത്തില്ലെന്ന് പറയുമ്പം മറ്റുള്ളവരെ യേശുവിനെ സ്വീകരിക്കാൻ മുന്നോട്ട് വരാത്തത്? അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ആശ ഞാൻ മുന്നോട്ട് വെക്കുക, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. ലോയി പാറയ്ക്കൽ, ഞാൻ എന്നെ തന്നെ എടുക്കാം. എൻ്റെ ഭാര്യയുണ്ട്. 45 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് എനിക്കെതിരെ ധാരാളം പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണല്ലോ എല്ലാ ആളുകളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ 4.5 പതിറ്റാണ്ട് കൊണ്ട് പിശാചിന് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവനെ എനിക്ക് ഇടങ്കോലിട്ടൊന്നും വീഴിച്ച് തകർക്കാനായിട്ട് പറ്റത്തില്ല. ആരോപണങ്ങളെ നേരിടുന്നു, ഇല്ലായ്മകളെ നേരിടുന്നു, കഷ്ടപ്പാടുകളെ മറികടക്കുന്നു, ശാരീരിക രോഗങ്ങളെ വെല്ലുവിളിച്ച് മറികടക്കുന്നു. കണ്ണുനീര് കൊണ്ടും ഉപവാസം കൊണ്ടും മുഴങ്കാലിൽ പ്രാർത്ഥന കൊണ്ടുമൊക്കെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ നേരിടുവാൻ നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. നമുക്ക് രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, സഹോദരിമാർക്ക് വീടില്ല. അവർക്ക് വീടില്ലാത്തവരായി യോഗം നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് പ്രശ്നങ്ങളുണ്ട്, കണ്ണുനീർ അവർക്ക് തോർന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഈ കലപ്പയിൽ ഞങ്ങൾ കൈവച്ച ശേഷം ഞങ്ങൾ എന്തുകൊണ്ട് കൈ എടുക്കുന്നില്ലെന്ന് ചോദിച്ചാൽ മറുഭാഗത്തൊരു കൂറ്റൻ കാള നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഈ നുകം വെക്കുമ്പോൾ 2 കാള ഒരുപോലത്തെ കാളയല്ലെന്നറിയാമല്ലോ. അത് നോർത്ത് ഇന്ത്യയിലെ കാളയുടെ സിസ്റ്റമാണ്. ഇവിടുത്തെ ഒരു കാള പുതിയതും മറുകാള പഴയതുമായിരിക്കും. പുതിയ കാളയ്ക്ക് എപ്പോഴും കാടിവെള്ളം കണ്ടാൽ കുടിക്കാൻ തോന്നും, ഏത്തപ്പഴത്തിൻ്റെ തൊലി കാണുമ്പോൾ തിന്നാൻ തോന്നും, തണൽ കാണുമ്പോൾ നുകം പൊട്ടിച്ച് പോകാൻ തോന്നും, കലങ്ങിയ വെള്ളം കാണുമ്പോൾ കിടക്കാൻ തോന്നും. പക്ഷേ പുതിയ കാളയ്ക്കറിയാം അങ്ങനെ കിടക്കാനൊക്കില്ല. വെച്ച നുകം യജമാനൻ അഴിച്ചു മാറ്റുന്നവരെ മുന്നോട്ട് പോയേ പറ്റത്തുള്ളെന്ന്. അതുകൊണ്ട് ആ കാളയാണ് ഈ കാളയുടെ ബലഹീനതൊക്കെ ചുമക്കുന്നത്. 4.5 പതിറ്റാണ്ടായി പലപ്പോഴും എനിക്ക് വീഴാൻ തോന്നിയിട്ടുണ്ട്. നമ്മൾ പലരും വീണ് പോയിട്ടുണ്ട്. പലപ്പോഴും ഈ മാർഗത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാട് ഞങ്ങൾക്ക് അനുഭവിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ധൈര്യമായി സിറ്റിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കൈമിടുക്കോടുകൂടെ മുന്നോട്ട് പോയതല്ല. മറുവശത്തൊരു കൂറ്റൻ കാളയെ ഞങ്ങൾ കാണുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നും ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിരെന്നും പറഞ്ഞവൻ മറുവശത്തൊരു കാളയുള്ളത് കൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന, നമ്മെ നന്നായി അറിയുന്ന, നമ്മെ കരം പിടിച്ച് നടത്തുന്ന, ഒരു കരം മാത്രമെടുത്ത് കൈലേശ കൊണ്ട് കണ്ണുന്ന് തുടച്ചിട്ട് മറുകരം കലപ്പയിൽ മുറുകെ പിടിച്ച് അന്നും ഞങ്ങൾ പറയുന്നു, ഇന്നും ഞങ്ങൾ പാടുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, നേരിട്ടൊരു ഫൈറ്റ്
ഇനി പിശാചിന് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ജോയി പാറയ്ക്കലോട് നേരിട്ട് പറ്റത്തില്ല. ഒരു ആക്സിഡന്റ് വരട്ടെ, കാല് മുറിച്ച് കളയട്ടെ, ക്യാൻസർ വരട്ടെ, ഡയാലിസിന് വിധേയനായി തീരട്ടെ, നമ്മൾ പറയും ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി, കർത്താവ് രാജ്യത്ത് പോകാമല്ലോ. അഴിയുമെന്തേകം പുഴു തിന്നാലും അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴുമെന്ന് പറയും. ഇവിടെയാണ് നമ്മുടെ തലമുറകളെ അവൻ നോട്ടമിടുന്നത്. കാരണം എന്താണെന്നറിയാമോ? ജോയി പാറയ്ക്കല്, നിന്റെ പ്രസംഗം നിർത്താൻ, നിന്നെ വീഴിക്കാൻ ഒക്കത്തില്ല. നീ അടവ് പഠിച്ചു കഴിഞ്ഞു, എൻ്റെ തന്ത്രങ്ങൾ നിനക്ക് മനസ്സിലായി കഴിഞ്ഞു. നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ നീ നേരിടും. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കാൻ, നിങ്ങളുടെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാൻ, നിന്റെ പ്രൗഢഗംഭീരമായ പ്രസംഗം അവസാനിപ്പിക്കാൻ, നിന്റെ മാതൃകാരോ ജീവിതത്തിന്റെ കടയ്ക്ക് കത്തിവെക്കാൻ അവൻ കണ്ടുപിടിച്ച മറ്റൊരു വഴിയാണ് ഒന്നും അറിയാൻ മേലാത്ത നമ്മുടെ പിള്ളേര്. അവർക്ക് ഉപവാസമില്ല, അവർക്ക് പ്രാർത്ഥനയില്ല, വചന പഠനമില്ല, ആഴത്തിലുള്ള ആത്മീയതയും അവർക്കില്ല. പെന്തക്കോസ്തിൽ അവർ ജനിച്ചു വളർത്തപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല. നമുക്ക് നമ്മുടെ പിള്ളേര് എന്നാ അനുസരിക്കുന്നവരാണേലും ഇല്ലാത്തവരാണെങ്കിലും നമ്മുടെ ചങ്ക് മുറിയുന്നത് കടം കയറുമ്പോഴല്ല, നമ്മുടെ കണ്ണ് പൊടിയുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴല്ല. അതൊക്കെ നമ്മൾ നേരിടും. പക്ഷേ പിള്ളേർക്ക് വല്ലതും സംഭവിച്ചെന്നറിഞ്ഞാൽ നമ്മുടെ ചങ്ക് പൊടിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറഞ്ഞ അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജനായ മകനെ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തൊട്ടാണ് അവൻ കളിക്കുന്നത്. ഇന്ന് പകൽ ലേഡീസിന്റെ ഈ മീറ്റിംഗിൽ നിങ്ങൾക്ക് ഞാൻ ദൂത് കൈമാറുകയാണ്. 220 പൗണ്ട് തൂക്കം വരുന്ന, 8 അടി നീളവും 4 അടി വീതിയും വരുന്ന പച്ച പൈൻമര കുരിശ് തോളിരിക്കുമ്പോൾ പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി വരെ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീടും എഴുന്നേറ്റും തുപ്പിമർത്തിച്ച് അവശരായി വിരൂപരായി അവൻ കാൽവരി കുന്നിലേക്ക് നടക്കുമ്പോഴും മറന്നുപോകാതൊരു കാര്യമേൽപ്പിച്ചു. തിരിഞ്ഞു നോക്കിച്ച് പറഞ്ഞു, ഈരേ പ്ലസ് ശാലേം, ഈരേ കരുതും, ശാലേം സമാധാനം. ഇന്ന് സമാധാനത്തോടെ ഇരിക്കുന്ന യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട. ആരെ ചൊല്ലിക്കരയണം? നിങ്ങളെ, നീയും നിന്റെ ഭർത്താവും. മറുത്ത് മക്കളെ. ഏത് പുസ്തകത്തിൽ മക്കളോട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടില്ല? പക്ഷെ മാതാപിതാക്കളോട് പറഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇന്നത്തെ ഈ സുവിശേഷ സന്ദേശത്തിലൂടെ തൊടുപുഴയിൽ അലയടിച്ച് നടക്കുന്ന, ഭ്രാന്തന്മാരെ പോലെ നടക്കുന്ന, കഞ്ചാവടിച്ച് കിറുങ്ങി നടക്കുന്ന, യാതൊരു ലൈസൻസും ഇല്ലാത്ത, എന്നെ ആരും ഉപദേശിക്കേണ്ട എന്ന മസിൽ പവറും മണി പവറുമായി നടക്കുന്ന, നാളത്തെ ദുരന്തങ്ങളെ പിടിച്ചു കെട്ടാൻ പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കല്ലാതെ, മുഴങ്കാൽ മടക്കുന്നവർക്കല്ലാതെ ലോകത്തിൽ സാധ്യമല്ലെന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കരമൊന്ന് ചേർത്തടിച്ചു നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയണം, ഞങ്ങളെ കൊണ്ട് മാത്രമേ ഈ കാര്യം നടക്കത്തുള്ളൂ, ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയോ, യേശു ഇത് പറയുമ്പം ഒരുപാട് കാര്യമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. എനിക്ക് ആവശ്യത്തിന് സമയം തന്നിട്ടുണ്ട്. 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് വരെ പോയാലും ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 9 മണിക്ക് നിർത്താവോ നോക്കുന്നത്. കാരണം 9 മണി കഴിഞ്ഞ് പോയാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയാൽ എനിക്ക് പ്രശ്നമല്ലേ. അതുകൊണ്ട് ഞാൻ നിർത്താവോ നോക്കുന്നത്. വേഗം നമുക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഇസ്രായേൽ മക്കൾ അത്ര വിചാരിച്ചില്ല കേട്ടോ. AD 70-ൽ 72 രാജ്യങ്ങളിലേക്ക് അവർ ചിതറി. AD 135-ൽ ഹാദ്രിയൻ കൈസറിന്റെ കാലഘട്ടത്തിൽ 115 രാജ്യങ്ങളിലേക്ക് ചിതറി. യഹൂദൻ ചിതറിപ്പോയ രാജ്യങ്ങളിൽ അവർ അനുഭവിച്ച പീഡകൾ നിങ്ങൾക്കറിയാമോ? ഇൻക്യൂസേഷൻ ഓപ്പറേഷന്റെ പേരുകളാ കേട്ടോ. യഹൂദന്റെ കുടുംബത്തിൽ എവിടെയുണ്ടോ അവരെ കണ്ടെത്തി കൊല്ലുക, കണ്ടെത്തിയാൽ തലകീഴായി ക്രൂശിച്ച് അവരെ കൊല്ലുന്ന ഓപ്പറേഷന്റെ പേരാണ് ഇൻക്യൂസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡ്രാഫ്റ്റിംഗ്, 10 വയസ്സിന് മീതെയുള്ള ആൺകുട്ടികളെ കണ്ടാൽ അവരെ നിർബന്ധമായിട്ട് പട്ടാളത്തിലേക്ക് എടുത്തു. വെടിച്ചുണ്ടകൾ ചീറിപ്പാഞ്ഞ് വരുവാൻ ഏറ്റവും മുൻപിൽ നിർത്തിക്കൊണ്ട് എല്ലുറയ്ക്കാത്ത വാരിയലുകൾക്ക് നടുവിലേക്ക് യുദ്ധ സൈന്യത്തിന്റെ ടാങ്കുകളും പീരങ്കികളും വെടിയുതിർത്തു. അവരുടെ അതിർത്തികളിൽ പിടഞ്ഞു വീണു. 10 വയസ്സ് കഴിഞ്ഞ സുന്ദരിമാരായ പെൺകുട്ടികളെ വേശ്യാലയങ്ങളിലേക്ക് കൂട്ടമായിട്ട് എടുക്കപ്പെടുവാനിടയായി. അതുപോലെ ഓരോ രാജ്യങ്ങളിലുമുള്ള അന്യദേവന്മാരെ സേവിക്കുന്നവർക്ക്
അഗ്നിപ്രവേശം ചെയ്യേണ്ടതിനും യാഗങ്ങൾ നടത്തേണ്ടതിന് യഹൂദന്റെ മക്കളെയാണ് ലോകം ഉപയോഗിച്ചത്. ഇവിടെ തെങ്ങിന് മണ്ടരി ബാധിച്ചാൽ മംഗളം നൽകുമെന്ന് വിചാരിക്കുന്ന അടയ്ക്കാമരത്തിന് ചീച്ചൽ സംഭവിച്ചാൽ ഈ നശിച്ച പൊന്മെന്ന് താമസിച്ചിട്ടാണെന്ന് പറഞ്ഞ് അവരവരുടെ കുഞ്ഞുങ്ങളെ ഓടിക്കാൻ തുടങ്ങി. ഇങ്ങ് ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ അവർ കഷ്ടമനുഭവിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ യോർക്കിൽ നിന്ന് 1500 കുടുംബങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് പലായനം ചെയ്തു. അമേരിക്കയിൽ വന്ന് താമസിച്ചു. യോർക്കിൽ നിന്ന് വന്നതുകൊണ്ട് അവർ ഒരുമിച്ച് താമസിച്ചു. ആ സ്ഥലത്തിനിട്ട പേരാണ് ഇന്നത്തെ ന്യൂയോർക്ക് എന്ന് പറയുന്നത്. യഹൂദന്മാർ ഇവിടുത്തെ മത്താനച്ചേരിയിൽ വന്നു. മത്താനച്ചേരിയാണ് ഇന്നത്തെ മട്ടാഞ്ചേരിയായിട്ട് മാറിയത്. ഇവിടുത്തെ പ്ലംബിങ്ങിൻ്റെ വർക്കുകൾ, ഇലക്ട്രിക്കൽ വർക്കുകൾ, പെയിന്റിംഗ് വർക്കുകളൊക്കെ അവർ ചെയ്തതായി രേഖകളുണ്ട്. മരുഭൂമികളിൽ ചെന്ന് മലവാടിയാക്കി മാറ്റിയ ചരിത്ര രേഖകളുണ്ട്. ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ല. യഹൂദന്മാരെ സ്നേഹത്തോടെ സൽക്കരിച്ച അർഹിക്കുന്ന ആതിഥ്യ മര്യാദ അരുളിയ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നുള്ളതിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്നുള്ളതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പുരോഗതിയിലും ദൈവിക ഇടപെടലുകൾ വന്നിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ ഓർത്തു പോവുകയാണ്. ഞാൻ ഓർപ്പിക്കുന്ന കാര്യം പറയാം. അങ്ങനെ 1850 കൊല്ലം ലോകത്തെ അനേക രാജ്യങ്ങളിൽ യഹൂദന്മാർ ചെറിക്കിടന്നപ്പോൾ ഒരു പ്രാർത്ഥിക്കുവാനിടയായി. ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ വയറ്റത്തെ കൈവച്ചുകൊണ്ട് ഭർത്താവും ഭാര്യയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: യഹോവേ, ഞങ്ങൾക്ക് അംഗഹീനതയുള്ള, ഒരു കൈയില്ലാത്ത, ഒരു കാലില്ലാത്ത, ഒരു കണ്ണില്ലാത്ത, മുഖം വികൃതമായ, മുറിച്ചുണ്ടനായ ഒരു കുഞ്ഞിനെ തരണമേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കുവാനിടയായി. എന്താ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യപ്പെടുകയില്ല, അല്ലെങ്കിൽ പടക്കളത്തിലേക്ക് എടുക്കുകയില്ല. ആരാട്ട് പാട്ടുപാടി അവർക്ക് ഓമനിച്ച് വളർത്തുവാൻ അതിനെ കിട്ടും. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവരൊക്കെ യഹൂദന്മാരാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച സമയത്ത് അവർക്കങ്ങനെ ഗതികെട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞൊരു വാചകമുണ്ട്: ഫ്രാൻസിൽ നല്ല അമ്മമാർ ഉണ്ടാകട്ടെ, ഇവിടെ ആയുധമെടുക്കുന്നവരുണ്ടാകട്ടെ എന്നല്ല ഞങ്ങൾ പറയുന്നത്, റെയിൽവേ തടയുന്നവർ ഉണ്ടാകട്ടെ എന്നല്ല ഞങ്ങൾ പറയുന്നത്, ഇവിടുത്തെ ക്രിമിനലുകളും ഇവിടുത്തെ ഗുണ്ടാ വിളയാട്ടകളും ഉണ്ടാകട്ടെ എന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് ഞാൻ തീർത്തു പറയുകയാണ്, ഒരു ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ ലേഡീസ് ഫെലോഷിപ്പിനെ കർത്താവ് ഒരുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ ഈ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒറ്റ ചിന്ത കൂടെ ഞാൻ പറയാം. യേശുക്രിസ്തുവിന്റെ മുറിവിൽ മുളക് പുരട്ടുന്ന ഒരു തലമുറ, ക്രൂശിൽ കിടക്കുന്ന യേശു മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരു തലമുറ നമുക്കിടയിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഇവിടുത്തെ മലയാള മനോരമ, മാതൃഭൂമി, മംഗളം മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ നമ്മുടെ ശിരസ് താഴ്ത്തുന്ന വാർത്തകൾ വരാതിരിക്കേണ്ടതിന്, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ അപമാന നിമിത്തം അടച്ച് പൂട്ടാതിരിക്കേണ്ടതിന് ഒരു മിനിറ്റ് സമയം കരമടിച്ച് ആരാധിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആരാധിച്ചോ. ഞാൻ മൈക്കിൽ കൂടെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്തോ. ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോ. ഇന്ന് രാത്രികാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് എതിരായി വ്യാപരിക്കുന്ന വല്ലാത്ത വിടക്ക് കണ്ട് വ്യാപരിക്കുന്ന തലമുറയ്ക്ക് മേൽ കൊള്ളയിടുന്ന കഴുകൻ കണ്ണുകൾ, പരുന്തിന്റെ കണ്ണുകൾ ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് കരമടിച്ചാൽ ആത്മഹത്യകൾ മാറിപ്പോകുമെങ്കിൽ, ഒന്ന് കരമടിച്ചാൽ കെട്ടിത്തൂങ്ങി ചത്തവന്റെ കെട്ട് പൊട്ടുമെങ്കിൽ, ഒന്ന് കരമടിച്ചാൽ അപമാനങ്ങൾ മാറുമെങ്കിൽ, ഒന്ന് കരമടിച്ചാൽ 10 ലക്ഷം രൂപയുടെ ബില്ലുകൾ മാറിപ്പോകുമെങ്കിൽ, ഒന്ന് കരമടിച്ചാൽ വന്നിട്ടാടുകളെ പ്രാർത്ഥിച്ചുള്ള കുഞ്ഞുങ്ങളുടെ മേൽ ശാപങ്ങൾ, അത് കെട്ടുകൾ പൊട്ടി മാറുമെങ്കിൽ എന്തിനാ മടിക്കുന്നത്? ഇന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ തലമുറക്കൊരു മോചനമില്ലെന്ന്. സ്തോത്രം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നോഹയുടെ കാലഘട്ടത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അവരെ വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ദുരന്തങ്ങൾ സംഭവിക്കരുത്.
ദുരന്തങ്ങൾ സംഭവിക്കരുത്. ഒരുപാട് പേര് കൃപയിൽ വീണുപോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ തകർക്കാൻ എൻ്റെ തലമുറയെ കയ്യിലെടുക്കുന്ന പോലെ നിങ്ങളുടെ ശുശ്രൂഷകളെ തകർക്കാൻ തലമുറകളെ കയ്യിലെടുക്കുന്ന ആ വ്യാപാര ശക്തിക്കൊരു അറുതി ഇന്ന് രാത്രി കർത്താവ് തന്നെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒരുമിച്ചൊരു സ്തോത്രം പറ. ഹല്ലേലൂയ. ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ സമയം ആകുന്നല്ലോ. മൂന്നാമത്തെ കാര്യം എന്താ? നോഹ പ്രസംഗിച്ചു, സുവിശേഷം ആരും ശ്രദ്ധിച്ചില്ല, അനുസരിച്ചില്ല. അങ്ങനെ ഒരു കാലമുണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ എത്ര നാളായി പ്രസംഗിക്കുക? നോഹയുടെ പ്രസംഗം എത്ര കൊല്ലമാ? ഒരുപാട് ആളുകൾ പ്രസംഗിച്ചെന്നാ കേട്ടോ. 500ാമത്തെ സംവത്സരം തുടങ്ങുക 600 അല്ല ഒരു വർഷത്തിന് മുമ്പ്. പിന്നീട് 100 കൊല്ലം കഴിഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 40 രാവും 40 പകലും മഴ പെയ്യുന്നു. 150 ദിവസം വെള്ളം പൊങ്ങുന്നു. ഏതാണ്ട് 1 വർഷവും 1 മാസവും ഒരു പെട്ടകത്തിനകത്ത് 8 പേരിയ്ക്കുക. നോഹ പ്രസംഗിക്കുക. തൊടുപുഴയിൽ മഴ വരാൻ പോകുന്നു. തൊടുപുഴക്കാർ ചോദിച്ചു, എന്തോ അപ്പച്ചായി പറയുന്നേ? അപ്പോൾ പറഞ്ഞു, മഴ വരാൻ പോവുകയാണ് മക്കളെ. അപ്പച്ചൻ മഴ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അന്ന് വരെ മഞ്ഞ് പൊങ്ങിയാണ് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. മഞ്ഞ് പൊങ്ങി എന്ന പദമൊക്കെ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ മഞ്ഞ് പൊങ്ങുകയാണോ വീഴുകയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ആട്ടെ, വേദോസം എഴുതിയല്ലയോ, അങ്ങ് വിശ്വസിക്കാം. ദൈവത്തിന് പൊക്കാനും താഴ്ത്താനൊക്കെ കഴിയുമല്ലോ. മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, മഴ കണ്ടിട്ടില്ല. പിന്നെ എന്തുറപ്പിലേക്ക് പ്രസംഗിക്കുന്നേ? അല്ല വിജയകുമാർ പാസ്റ്ററെ, നിങ്ങളിത്ര ആവേശത്തോടെ മുനിസിപ്പൽ ടൗണിൽ നിന്ന് വിളിച്ചു പറഞ്ഞല്ലോ യേശു വരുമെന്ന്. ഇല്ല, ഫ്രാൻസിസ് പാസ്റ്റർ പറഞ്ഞല്ലോ യേശു ആണെന്ന്. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ യേശുവിനെ അടുത്ത് കണ്ടിട്ടില്ല. പിന്നെ എന്തുറപ്പിലാണ് നിങ്ങൾ യേശു വരും? നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നരകം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്തുറപ്പിലാണ് നിങ്ങൾ ഇത്ര ആധികാരിക മൈക്ക് സെറ്റും വെച്ച് കെട്ടിക്കൊണ്ട് യേശു വരും എന്നൊക്കെ പറയുന്നത്? ഉത്തരം ഞങ്ങൾ പറയാം. മക്കളെ, ഇത് കാഴ്ചയാലല്ല, ഇത് വിശ്വാസത്താലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസത്തിന് എവിടെയെങ്കിലും വീഴ്ച വന്നതായി നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? നോഹ പ്രസംഗിച്ചപ്പോൾ നാട്ടുകാരെ കളിയാക്കി. വേദവികാരം കവിതയ്ക്കകത്ത് മഹാവ് കെ.വി. സെമിൽ സാർ എഴുതി, ഇവനെ തലയുടെ സ്ക്രൂ 1-2 ഇളകിയിട്ടുണ്ട്. എണ്ണതേച്ചു കുളി 2-3 ഭംഗിയായി ചെയ്തിടുകിൽ കുറെയൊക്കെ മാറും ഈ ചെറുപറ പറയിലും പറച്ചിലും. മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ, വല്ല ഗുണ്ടാ മണ്ടിയും ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾ. നമുക്ക് വട്ടുണ്ടെന്നാ ഈ പറയുന്നേ. എനിക്കും തോന്നാറുണ്ട് കേട്ടോ. നമ്മളൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ തന്നെ ഒരാട്ടമുണ്ട്. ഇപ്പൊ നോക്കി 5-6 പേര് ആടുന്നുണ്ട് കണ്ടോ, ഒരാട്ടമുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്ക്രൂ ഇളകിയതുപോലെ വന്നിരിക്കുമ്പോ തന്നെ ബാക്കി പിന്നെ യോഗം തീരുമ്പോഴേക്ക് ഇളകിക്കോളും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ ചുമ്മാ ആടുന്നൊന്നുമല്ല, സർപ്പക്കാവിൽ സർപ്പം ആടുന്നതല്ല. ഞങ്ങൾക്കിങ്ങനെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരാത്മനദിയുടെ പ്രവാഹം ഞങ്ങളുടെ പെരുവിരൽ മുതലേ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആടുന്നും ദൈവത്തെ സ്തുതിക്കുന്നു ഒക്കെ. അപ്പച്ചൻ പറഞ്ഞ തൊടുപുഴക്കാരെ, നിങ്ങൾ കളിയാക്കിയാലും ഇല്ലേലും വേണ്ടില്ല. നിങ്ങൾ പറഞ്ഞ ശാസ്ത്രീയത എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്, മഴ പെയ്യുമെന്ന് ദൈവം എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. മക്കളെ, ഒരു കാര്യം പിള്ളേർ പറഞ്ഞു, അപ്പച്ച ഒരു കാര്യം പറയാം. അപ്പച്ചൻ്റെ ബഹുമാനമൊക്കെ ഉണ്ടിട്ടാ. 65 മൈൽ ദൂരത്താണ് പെട്ടകം പണിത് വെച്ചിരിക്കുന്നത്. അതായത് കടലിൽ നിന്ന് 65 മൈൽ ദൂരത്താണ് നോഹ പെട്ടകം പണിത് വെച്ചിരിക്കുന്നത്. അപ്പച്ച, മഴ എങ്ങാനും പെയ്തില്ലെങ്കിൽ ഈ പെട്ടകം പണിതിരിക്കുന്നതിന്റെ അറ്റകുറ്റം തീർന്ന പണിയാണോ എന്നറിയാൻ നീറ്റിൽ ഒന്ന് ഇറക്കേണ്ടതിന് അവിടം വരെ ചുമക്കാൻ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരത്തില്ല. യൂണിയൻകാരെ കാശറിയാമല്ലോ. നോക്കുകൂലി, ഇരിപ്പ് കൂലി, അട്ടിമറി കൂലി, ആവശ്യപ്പെടുന്ന കൂലി, നോക്കാത്ത കൂലി, വരാത്ത കൂലി, എല്ലാം കൂടി അവർക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വരത്തില്ല. അപ്പൊ പറഞ്ഞ്, പോടാ മോനെ, ആ വെള്ളം വാങ്ങി വെച്ചേര്. എൻ്റെ പെട്ടകം ദൈവം പറഞ്ഞാണ് ഞാൻ പണിത് വെച്ചതെങ്കിൽ, ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ, ഈ കടൽ കിടക്കുന്ന വെള്ളം ഇവിടെ വരും, ഞാൻ അങ്ങോട്ട് ഇവിടെ വരും. എങ്ങനെ ഒരു അപ്പച്ചന്റെ ശാസ്ത്രീകാരനും പറയാറിയാം, ഞങ്ങൾക്ക് പറയാനറിയാം. ഞങ്ങൾ പറയും, കടലിൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത് കാർമേഘത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിർത്തി ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും പെരുങ്കാറ്റും വേണ്ടി വന്നാൽ ഈശാനമൂലം അടിപ്പിച്ച് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് 40 രാവും 40 പകലും നിർത്താതെ മഴ പെയ്യിച്ച് ഈ താഴ്വരയെ വെള്ളം കൊണ്ട് നിറച്ച് പെട്ടകത്തെ ആരാധന മുകളിൽ എത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് നോഹ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ തൊടുപുഴ പട്ടണത്തിൽ നാളുകളായി വിളിച്ചു പറഞ്ഞ സത്യം ഒരിക്കൽ കൂടെ ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ക്രൂശിൽ മരിച്ച കർത്താവ് മേഘാരൂഢനായി വരും, മേഘാരൂഢനായി വരും, മേഘാരൂഢനായി വരും. ഈ പെട്ടകം ദൈവസഭയ്ക്ക് നിഴലാണ്.
ഈ പെട്ടകം ദൈവസഭയ്ക്ക് നിഴലാണ് അച്ഛാ. പെട്ടകം എവിടാ മുറിച്ചത്? താഴ്വരയിൽ. കോഫർ മരം മുറിച്ചത് താഴ്വരയിൽ. ആശാരി ചവിട്ടി പിടിച്ചിരുന്നത് താഴ്വരയിൽ. കൊട്ടുവടി കൊണ്ടടിച്ചത് താഴ്വരയിൽ. ചുറ്റിക കൊണ്ടടിച്ചത് താഴ്വരയിൽ. ആണി തറച്ചത് താഴ്വരയിൽ. കീലും പശമിട്ടത് താഴ്വരയിൽ. എല്ലാ പങ്കപ്പാടുകളും ഈ ഗോഫർ മരം താഴ്വരയിലാണ്. പക്ഷെ പെട്ടകം ഉറച്ചത് താഴ്വരയിലല്ല. ഒരുത്തനും കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അരരാത്തിന്റെ മുകളിലാണ്. ക്രിസ്തുവിനും സഭയ്ക്കും നിന്നയുള്ളത് ഈ തൊടുപുഴയിൽ. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ പ്രസംഗത്തിന് മുമ്പിൽ വന്നിരുന്ന കോപ്രായം കാണിക്കുന്ന ആളുകൾ പോലും ഉള്ളത് പെന്തിക്കോസ്താ യോഗത്തിനേ ഉള്ളൂ. വേറെ ഒറ്റ യോഗത്തിനുമില്ല. അറിയാമോ? ഞങ്ങൾ മിണ്ടത്തില്ല. അതാണ് ഒരു ധൈര്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് രോഗമുള്ളത് ഈ ശരീരത്തിനകത്ത്. ഞങ്ങൾ ബൈബിൾ സ്വസ്ത്രം എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ നാട്ടിലേ ഉള്ളെന്ന്. പക്ഷെ ഞങ്ങൾ ഉറയ്ക്കുന്ന തൊടുപുഴയിലല്ല. ഞങ്ങൾ ഉറയ്ക്കുന്ന കേരളത്തിന്റെ മണ്ണിലല്ല. ഞങ്ങൾ ഉറയ്ക്കുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലല്ല. ഒരുത്തനും കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അരരാത്തിന്റെ മുകളിൽ ഞങ്ങളെ ഉറപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രസംഗം തുടർന്നോളൂ. യേശു വരാറായി. വിജയകുമാർ പാസ് എത്ര വർഷമായി പോയോ? എത്ര വർഷമായി പ്രസംഗം തുടങ്ങിയിട്ട്? കുറെ നാളായി. 10-15 കൊല്ലമായി. ഞാൻ 45 കൊല്ലമായി. ഫ്രാൻസിസ് പാസ് എന്നേക്കാൾ സീനിയർ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വിഷയം ഒന്ന് മാറ്റിക്കൂടെ? പറ്റില്ല, പറ്റില്ല. ഈ നോഹ എന്തോ പ്രസംഗിച്ചത്? മഴ വരാൻ പോകുന്നു. അത് മാറ്റിക്കൂടെ? പറ്റില്ല. ഞങ്ങൾക്ക് വിഷയം മാറ്റാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ മാറ്റിക്കും. അതൊക്കെ നിങ്ങൾ. ഞങ്ങൾക്ക് ദൈവത്തെ മാറ്റാൻ പറ്റില്ല അച്ഛാ. ഇത്രയും കൊല്ലം പ്രസംഗിച്ചിട്ടും നോഹയ്ക്ക് വല്ല വിഷമമുണ്ടോ? ഒന്ന് മാറ്റിപ്പിടിച്ചേക്കാൻ തോന്നിയോ? ഇല്ല. ഞങ്ങൾക്കൊന്ന് മാറ്റിപ്പിടിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് തോന്നാറില്ല. നിങ്ങൾ മാറ്റിപ്പിടിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ആരും വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ. 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഒരേ മണ്ഡലത്തിൽ ആവർത്തി നിർത്താൻ കൊള്ളാകുന്ന എത്ര നേതാക്കന്മാർ നമുക്കുണ്ട്? അത് പറ. 25 കൊല്ലമായി, 30-40 കൊല്ലമായി. 5 വർഷത്തിന് മുൻപ് നമ്മൾ 10 കിലോ കുമ്മായി നീറ്റിയെടുത്ത് ആരാണ്ടിൻ്റെ മതിലിൽ പാതിരാത്രി പതുങ്ങിയിരുന്ന് എഴുതി വെച്ചു. അയാൾ തോറ്റു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇടിവെട്ടിപ്പെയ്യുന്ന ഇടവപ്പാതിക്ക് ഒലിച്ചു പോകുന്ന പോലെ പേരങ്ങോട്ട് മാഞ്ഞുപോയി. അടുത്ത 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളി താണ്ടെ വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്നു. അപ്പം ഇവിടെ വേറൊരു പുള്ളി വന്നിരിക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഞങ്ങൾ കാര്യം പറയാം. ഞങ്ങളതിന് എതിരൊന്നുമല്ല. ഏത് മണ്ഡലത്തിലെങ്കിലും പോയി നിൽക്കുക. ഞങ്ങളുടെ പാർട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറയാം, ഞങ്ങളുടെ നേതാവിന് മാറ്റമില്ലെന്ന്. ഞങ്ങളുടെ നേതാവിന് മാറ്റമില്ലെന്ന്. പാതിരാത്രി 10 കിലോ കുമ്മായം നീറ്റിയെടുത്ത ആരാണ്ടിൻ്റെ മതിലിൽ ഞങ്ങൾ കുറിക്ക നേതാവല്ല ഞങ്ങളുടെ യേശുക്രിസ്തു. ഞങ്ങൾ ഒരു മതിലേലും കുറിക്കത്തിൽ അമർച്ച കാൽവരി ക്രൂശിലെ ചെഞ്ചായം പൂശിയ ചോര കൊണ്ട് ചങ്കിനകത്ത് കുറിച്ച നാമമാണ് യേശുവിന്റെ നാമം. ഇത് ഇടിവെട്ടി പെയ്യുന്ന മഴയ്ക്കൊന്നും മാറിപ്പോകുന്നല്ല. നിർത്തടാ ഉപദേശി എന്ന് പറഞ്ഞാലും ഇത് നിൽക്കാൻ പോകുന്നില്ലെന്ന്. 5 വർഷത്തെ ഭരണം കൊണ്ട് 548 പേരുടെ ശിരസറുത്തിട്ടും ഈ വേദപുസ്തകം ഞങ്ങൾ താഴെ വെച്ചിട്ടില്ലെന്ന് ഇന്ന് രാത്രി ഒന്നുകൂടി ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്. മണ്ഡലം മാറുന്ന ഒരു നേതാവിനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന്. ഒരു കുതിരയുടെ കടിഞ്ഞാൻ പിടിയിൽ പോലും പിടിക്കാതെ, ഒരു തോക്കിൽ നിന്ന് ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, ഒരു പടച്ചട്ട് അണിയാതെ, ഒരു പടക്കളത്തിൽ ഇറങ്ങാതെ, ഒരു പട നയിക്കാതെ, ഒരു ചോര ഒഴുക്കാതെ, ഒരു AK-47 നിന്ന് ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, സ്നേഹത്തിന്റെ ചരട കൊണ്ട് മുഴുവൻ ലോകത്തെയും ഉള്ളം കയ്യിൽ ഒതുക്കിയ ഒരു ഇതിഹാസ പുരുഷൻ ഈ ചരിത്രത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആർപ്പിട്ടുകൊണ്ട് പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുവനില്ല ചരിത്രത്തിൽ. ഇത് മാറ്റിപ്പിടിക്കാമോ? പറ്റത്തില്ലെന്നേ. ആറന്മുള വെള്ളം കളിക്കും ഉത്രട്ടാദിക്കുമൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ?
ആനാരിച്ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടനെ ഒരു വെള്ളപ്പാടകലെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. 1968 ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത് മറ്റൊന്ന് മറിച്ചത് മാടേ കോഴ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ ആര് ജയിക്കും ആര് തോക്കും ഇവ പറയാനൊക്കത്തില്ല. ഇപ്പോൾ ഞാൻ മൈക്ക് ലൂക്കോച്ചിനെ കൈമാറുന്നു. റേഡിയോയിലെ വള്ളംകളിയാണ്. ലൂക്കോച്ചിന് എന്തോ പറയുന്ന അവസാനം വള്ളപ്പാടല്ല പറയുന്നത്. അദ്ദേഹം പിന്നെ തുടങ്ങുക ഇതെന്നാ തുടങ്ങിയ ചേച്ചൻ പറഞ്ഞ് വന്ന് ഇപ്പോൾ ഇതാ വള വേഗത്തിൽ നടക്കുന്നു. ഇപ്പോൾ ഞാൻ മൈക്ക് നമ്മളിങ്ങനെ അങ്ങനെ ഒരു ത്രിൽ അടുപ്പിച്ചും വിഷയം. ഞാൻ ചോദിക്കട്ടെ, വർഷങ്ങളായി നടക്കുന്ന ഇവിടുത്തെ വള്ളംകളിക്ക് പോലും വിഷയം മാറ്റമില്ലെങ്കിൽ, അവതരിപ്പിക്കുന്നവരുടെ ശൈലിക്കേ മാറ്റമുള്ളൂ. വിഷയം മാറ്റമില്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനും മാറ്റമില്ലെന്ന് മാറ്റി പറയാമോ? സൗകര്യമില്ല, ഞങ്ങൾ മാറ്റി പറയത്തില്ല. എന്താ കാര്യം? അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധനായിട്ട് ആരുമില്ലെന്ന്. 5 വർഷം ഇടത്തോട്ടും 5 വർഷം വലത്തോട്ടും മറ്റേ എന്തെങ്കിലുമൊക്കെ ഭാഗികമായ താൽക്കാലികമായി ഡീൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പിക്കുന്ന ഒരു ഭരണത്തിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഒറ്റ കസരയിട്ടാൽ ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം ഭരിക്കുവാൻ വരുന്ന ഏക ചക്രാധിപതിയും ദൈവാധി ദൈവവും രാജാധി രാജാവുമായ താൻ മാത്രം അമർത്തതയുള്ളവനായ അടുത്തുകൂടാനാകാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നിങ്ങൾ ക്രൂശ് കൊടുത്തിട്ട് പൊൻകിരീടവുമായി വരുന്ന ആ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞാൻ അവസാനത്തെ ഭാഗം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. നോഹയ്ക്ക് പ്രസംഗ വിഷയത്തിന് മാറ്റമില്ല കേട്ടോ, മാറ്റമില്ല. നമുക്ക് കേട്ടാലൊക്കെ പ്രശ്നം വരും. അവസാനത്തെ ഭാഗം കൂടെ നിർത്തുകയാണ് കേട്ടോ. എന്താ അറിയാമോ? ഇതെല്ലാം ആണെങ്കിലും നോഹ പ്രസംഗിച്ച് സംഭവിച്ചു, പെട്ടകം മേളിലെത്തി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ പറയുന്നത് നടക്കും, ഞങ്ങൾ പറയുന്നത് സംഭവിക്കും, ഞങ്ങൾ പ്രസംഗിച്ചത് സംഭവിക്കും. അത്ര ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും ഉറക്കെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയത്തില്ല. അതുകൊണ്ട് പെട്ടകം മേളിലെത്തും മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പെട്ടകത്തിന് ഒരുപാട് മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അറകളൊക്കെ ഉണ്ടെങ്കിലും ഒറ്റ വാതിലേ ഉള്ളൂ കേട്ടോ, ഒറ്റ വാതിലേ ഉള്ളൂ. ആ വാതിൽ ആരടച്ചെന്നാ പറയുന്നത്? യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. പെട്ടകം പണിതത് ദൈവത്തിൻ്റെ എൻജിനീയറിംഗ് ആണ്, ആശാരിയാണ്. കുറിച്ചത് ആശാരി, മുറിച്ചത് ആശാരി, വരച്ചത് ആശാരി, എല്ലാം ചെയ്തു. വാതിൽ വെച്ചത് ആശാരി, വിജാഗിരി വെച്ചത് ആശാരി, അടയ്ക്കാമോ തുറക്കാമോ പരീക്ഷിച്ച് നോക്കിയ ആശാരി. പക്ഷേ ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട്, യഹോവയായ ദൈവമാണ് പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത്. ഈ വാതിൽ ആരാണെന്നറിയാമോ? വാതിൽ 2 കാര്യമേ ചെയ്യൂ. ഒന്ന് അടയ്ക്കുക, ഒന്ന് തുറക്കുക. അടഞ്ഞു കിടക്കുന്ന വാതിൽ ഇനി തുറക്കേണ്ട ആവശ്യമില്ല, തുറന്നു കിടക്കുന്ന വാതിൽ അടയ്ക്കേണ്ട ആവശ്യവുമില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന് 7 അവകാശവാദങ്ങളുണ്ട്. ആ 7 അവകാശവാദങ്ങൾ ഒരു അവകാശവാദമാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ആ വാതിൽ തുറക്കുന്ന രംഗമെന്ന് പറഞ്ഞേക്കാം. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഒരു പടയാളി അവൻ്റെ നെഞ്ചിനോട്ട് കുത്തി, താൻ്റെ മാറുടം കുത്തി തുളക്കപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, വന്ന് നോക്ക്, ഈ കൈകളിലും വിലാപ്പുറത്തുമൊക്കെ വിരൽ ഇട്ട് നോക്കുക. അർത്ഥം വല്ല മനസ്സിലായോ? ആ മുറിവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചു കർത്താവിനോട് ഈ പ്രസംഗ വിഷയം പ്രസംഗിക്കാൻ ഒരു ആശയം തരണം. യേശുവേ, നിനക്കെന്താ നിന്നെ മുറിവ് അടയ്ക്കാൻ പറ്റാത്തത്? ഊരിപ്പിടിച്ച വാളുമായി വന്നു ഒരുത്തർ യേശുവിൻ്റെ പത്രോസ് യേശുവിനെ മൽക്കോസ് ദാസൻ്റെ കാത് വെട്ടി താഴെയിട്ടു. യേശു എന്ന് സെക്കൻഡ് കൊണ്ട് ആ കാതെടുത്ത് വെച്ച് ഒട്ടിച്ചു വെച്ചു. 35-ലേറെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിൽ ഇതൊന്നും വരത്തില്ല. ഇങ്ങനെ ചെയ്താൽ യേശുവിന് കഴിയും. ഒറ്റ സെക്കൻഡ് കൊണ്ട് വേറിട്ട് പോയ കാത് ഒട്ടിച്ചു വെക്കുവാൻ യേശുവിന് കഴിയും. പക്ഷേ 2000 കൊല്ലമായി നിന്റെ മുറിവുകൾ എന്താ അടയ്ക്കാത്തത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചോ, ദൈവിക അത്ഭുതങ്ങൾ വെച്ചോ, തേജസ്കരിക്കപ്പെട്ട ശരീരം ഉയർത്തു നിൽക്കുമ്പോഴോ അതെന്താ അടയ്ക്കാത്തത്? അടയ്ക്കാത്ത മുറിവുകൾക്ക് വേദന ഉണ്ടാകത്തില്ലേ? നമ്മൾക്കൊരു മുറിവുണ്ടായാൽ അത് പൂർണ്ണമായി അടഞ്ഞില്ലെങ്കിൽ ഒറ്റ പിടിച്ചത് വേദന ഉണ്ടാകത്തില്ലേ? ഞാൻ പറയും, ഇന്ന് രാത്രിയിൽ സുഹൃത്തെ, യേശു ഇന്ന് രാത്രിയിലും ക്രൂശിൻ്റെ വേദന അനുഭവിക്കുന്നുണ്ട്. യേശു പറയുകയാണ്, ഞാനിത് അടയ്ക്കത്തില്ല, കാരണം ഈ ക്രൂശാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഈ ക്രൂശീകരണമാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഞങ്ങൾക്ക് 5 അപ്പം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന
5000 പേർക്ക് നൽകുന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമെങ്കിലും ഞങ്ങളുടെ രക്ഷാനായകൻ അവിടെ അല്ല നിൽക്കുന്നത്. കടലിൽ നടക്കുന്ന യേശുവിനെയോ അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശുവോ കഴുതപ്പുറത്തയ്യാത്ത യേശു ഞങ്ങളുടെ പ്രസംഗ വിഷയങ്ങളാണെങ്കിലും ഞങ്ങളുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, യേശു പറയുന്നത് ഈ ക്രൂശില്ലാതെ ഒരുവരവിടെ ചെല്ലാൻ പറ്റത്തില്ല. ഇത് ഞാൻ അടയ്ക്കത്തില്ല. കാരണം ഇത് അടച്ചാൽ പിന്നെ ആർക്കും സ്വർഗത്തിലെത്താൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ വേദനപ്പെടുന്ന ഒരു ഹൃദയവുമായി നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ യേശു ക്രിസ്തു നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവൻ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, ഞാൻ ഈ വാതിൽ അടയ്ക്കാൻ പോവുകയാണ്. തൊടുപുഴ ദേശനിവാസികളെ, കൃപയുടെ വാതിൽ കുത്തി തുറന്നിട്ട് 2000-ലേറെ കൊല്ലങ്ങളായി. ഞങ്ങൾ ഈ വാതിൽ അടയ്ക്കാൻ വന്നവരല്ല, ഞങ്ങൾ ഈ വാതിൽ തുറക്കാനും വന്നവരല്ല. സുവിശേഷ പ്രസംഗം ഞങ്ങൾ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു വാതിലുണ്ട്. ആ വാതിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു. തൊടുപുഴ ആരോ മാർക്കറ്റിരിക്കുന്ന പോലെ ഞങ്ങൾ ചൂണ്ടുവലകൾ മാത്രമാണ്. ഇതാണ് വാതിൽ, ഇതാണ് വാതിൽ, ഇതാണ് വാതിൽ. ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു മുഖാന്തരമല്ലാതെ നിത്യതയിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈ വാതിൽ അടയുന്നതിന് മുൻപ് ലോകമാകുന്ന കപ്പൽ താഴുവാൻ തുടങ്ങുന്നു. കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് ഈ വാതിലൂടെ അകത്ത് കടക്കുവാൻ ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ മഹാനുഭവാനായിരുന്ന പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ആദരിക്കപ്പെട്ടതുപോലെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു അദ്ദേഹം അമേരിക്കയിൽ ചെന്നു, ഒരൽപ്പം ശ്രദ്ധ കുറഞ്ഞുപോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ വാതിലിലൂടെ അദ്ദേഹം കടന്നുപോയി. പക്ഷെ അവിടെ നിന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ആ വാതിലൂടെ അദ്ദേഹം വരുമെന്ന് അദ്ദേഹം വിചാരിച്ചു. തടഞ്ഞു നിർത്തി പരിശോധിച്ചു. 135 കോടികൾ അന്ന് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിനെ വെറും 35 കോടി ആളുകൾ മാത്രമുള്ള അന്നത്തെ അമേരിക്കൻ സർക്കാർ തടഞ്ഞു പരിശോധിച്ചതിനെതിരെ ധാരാളം ആളുകൾ ഇവിടെ രംഗത്ത് വന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാർ പറഞ്ഞു, വിട്ടേക്ക്, എൻ്റെ കയ്യിൽ വന്നൊരു മിസ്റ്റേക്കാണത്. ഞാൻ നടന്നിറങ്ങിയപ്പോൾ ശ്രദ്ധിക്കാതെ VIP-കൾക്ക് പ്രകടന വാതിലുണ്ട്, ഗ്രീൻ ചാനൽ എന്നാണ് പറയുന്നത്. അവിടെ സെക്യൂരിറ്റി ഇല്ല, അവിടെ ദേഹ പരിശോധനയില്ല, VIP-കൾക്ക് പോകാവുന്ന വാതിലാണ്. ആ വാതിലൂടെ പോകാതെ ഒന്ന് സത്തം മാറി ഞാൻ സാധാരണ വാതിലൂടെ പോയി. എൻ്റെ കൂടെയുള്ളവരും എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതി അവരും എൻ്റെ കൂടെ വന്നു. പക്ഷേ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനെ സംബന്ധിച്ച് അതിലൂടെ വരുന്നവനെ എല്ലാവരെയും പരിശോധിച്ച് ഒക്കത്തത് കൊണ്ട് അത് വിട്ടേക്കാൻ അദ്ദേഹം പറഞ്ഞാണ് ആ പ്രശ്നം ഒതുങ്ങിയത്. പ്രിയപ്പെട്ടവരെ, 135 കോടി ആളുകളുടെ പ്രസിഡന്റ് വെറും 35 കോടി ആൾ അമേരിക്ക ചെന്നപ്പോൾ പോലും തെറ്റായ വാതിലൂടെ ചെന്നപ്പോൾ സെക്യൂരിറ്റിക്കാരെ തടഞ്ഞു നിർത്തിയെങ്കിൽ സ്വർഗരാജ്യം അമേരിക്കൻ പ്രസിഡന്റ് അല്ല, സ്വർഗരാജ്യം റഷ്യയുടെ അല്ല, ഇന്ത്യയുടെ അല്ല, നാറ്റോ ശക്തികളുടെ അല്ല, ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ അല്ല, ഒപെക് രാജ്യങ്ങളുടെ അല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ അല്ല, ഒരു ചേരിതിരിവ് രാജ്യങ്ങളുടേതുമല്ല. ആ രാജ്യം സ്വന്തം രക്തം കൊടുത്ത് തീരാധാരം ചെയ്ത് മേടിച്ചവന്റെ പേരാണ് നസറേയനായിരിക്കുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഇന്ന് രാത്രി പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ, ഈ വാതിലൂടെ അല്ലാതെ, യേശു എന്ന വഴിയിലൂടെ അല്ലാതെ ഒരുവന് ദൈവരാജ്യത്തിലെത്തുവാൻ കഴിയുകയില്ല. നമുക്ക് എഴുന്നേൽക്കാം.